بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. أكثر ما يدخل الناس الجنة تقوى الله وحسن الخلق، وأكثر ما يدخل الناس النار الفم والفرج. صدق شفيعنا رسول الله صلى الله عليه وسلم. ألا إن تقوى الله أكبر نسبة تسامى بها عند الفخار كريم. إذا ما اجتنبت الناس إلا على التقى خرجت من الدنيا وأنت سليم. أراك امرأ ترجو من الله عفوه وأنت على ما لا يحب مقيم. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങൾ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് സാദാത്യങ്ങളുടെ പരിസരത്ത് വെച്ച് 18 വർഷമായി നടന്നു വരുന്ന അസ്മാഉൽ ഹുസ്ന റാത്തീബ്, അതിൻ്റെ വാർഷിക സദസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. എല്ലാ നിലക്കും നമ്മുടെ ഈ സദസ്സ് സന്ദർഭങ്ങൾ മുഴുവനും അല്ലാഹു പൊരുത്തപ്പെടുന്ന കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. ഈ നാടിനും പരിസരത്തുമുള്ള ആളുകൾക്ക്
വലിയ വെളിച്ചമാണ് ഇവിടെയുള്ള സാദാത്തുക്കൾ മുഴുവനും. അതിൽ വിശ്രുതരാണ് ഇവിടെ അന്തിയുറങ്ങുന്ന മഹാന്മാർ. അവരിലൂടെ നിർണയിക്കാൻ കഴിയാത്ത അത്രയും ആളുകൾക്ക് ഉദ്ദേശ സാഫല്യവും പ്രശ്നങ്ങൾ പ്രയാസങ്ങളെല്ലാം തീർത്ത് സമാധാനമുള്ള ജീവിതവും ഒരുപാട് ലഭിച്ചിട്ടുണ്ട്, ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. നമ്മുടെ പരിസരത്ത് കണ്ണോടിച്ചു നോക്കിയാൽ ഒരുപാട്, നാല് ഭാഗങ്ങളിലേക്ക് നോക്കിയാലും വലിയ വലിയ മഹത്തുക്കളായ സാദാത്തുക്കളും ഉലമാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അത് അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു കാവലാണ്. പക്ഷെ അതങ്ങനെ തന്നെ കാണുകയും ആ സമീപന രീതികളൊന്നും മാറാതെ അവർ കാണിച്ചു തന്ന ജീവിത വഴിയിലൂടെ തന്നെ മുന്നോട്ട് സഞ്ചരിക്കാനുള്ള കഴിവുകൾ നാം ഓരോരുത്തരും ആർജിച്ചെടുക്കുകയും വേണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ സമാനിൽ കാലത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, മനുഷ്യർക്ക് അല്ലാഹു നൽകിയ പുരോഗതികൾ കാരണം വഴിവിട്ട പ്രവർത്തനങ്ങളിലേക്ക് ചെന്ന് വീഴുന്നവർ അധികരിച്ചു വരുന്നു. ആ ഒരൊറ്റ അവസ്ഥ നമ്മെ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് നല്ല നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാക്കിയിരുന്ന ആളുകളിൽ നിന്ന് പോലും അപജയങ്ങൾ എന്ന് മാത്രമല്ല, ദുർഗുണങ്ങൾ, ദുസ്വഭാവങ്ങൾ അവർക്ക് ഹൃദ്യമായ രൂപത്തിൽ തന്നെ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ആളുകളിൽ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു ഒരു സമയം, അനുഹുലക്കു വഫീന സ്വാലിഹൂൻ, ഞങ്ങളിൽ സജ്ജനങ്ങൾ ഉണ്ടായിരിക്കെ ഞങ്ങളെ നശിപ്പിക്കപ്പെടുമോ എന്നൊരു ചോദ്യം. നല്ല ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. നന്മകളിൽ സജീവതയും എപ്പോഴും നന്മകളിലായി വ്യാപൃതമാവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം സ്വാലിഹീങ്ങൾ, ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടായാൽ ഒരു നാട്ടിന് എല്ലാവർക്കും, ആണിനും പെണ്ണിനും മുസ്ലിമിനും അല്ലാത്തവർക്കുമൊക്കെ വലിയ കാവലാണ്. അങ്ങനെയുള്ള നല്ല മനുഷ്യർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ ഞങ്ങൾക്ക് നാശം സംഭവിക്കുമോ? തങ്ങൾ പറഞ്ഞു, നഅം, അതെ, നാശം വരും. ഇദാ കസുറൽ ഖബസു, ഉച്ചനീചത്വങ്ങൾ വർദ്ധിച്ചാൽ. ആ വാക്ക് ഖബസ് എന്ന വാക്ക് മാത്രം വിശദീകരിച്ച് വിശദമായി പഠിപ്പിച്ച പണ്ഡിതന്മാര് പറഞ്ഞു, അതിന്റെ ഒരർത്ഥം, അനാവശ്യങ്ങൾ വർദ്ധിക്കുക എന്നതിന്റെ ഒരർത്ഥം ഔലാദു സിന, വേശ്യാവൃത്തിയിലെ സന്താനങ്ങൾ പെരുകുക. അതുകൊണ്ടാണ് നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലും ആരും
ആരാണ് ഈ കുട്ടിയുടെ ഉമ്മ, ഉപ്പ, മാതാവ്, പിതാവ് എന്നറിയാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ വരാൻ കാരണം? അതിൽ ഓരോ വർഷവും കുട്ടികൾ കുമിഞ്ഞു കൂടുകയാണ്. അപ്പൊ ഈ അനാവശ്യത്തിന്റെ തോത് വർദ്ധിക്കുന്നു എന്നാണ് അത് പഠിപ്പിക്കുന്നത്. അങ്ങനെ വർദ്ധിച്ചു കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നാശം കൊടുക്കും. ഈ സ്വാലിഹീങ്ങളിലുള്ള പരിഗണന അല്ലാഹു തആല എടുത്തു മാറ്റും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരെ കൊണ്ട് വലിയൊരു പരിഗണന അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പരിഗണന വിടാതെ തന്നെ കൊണ്ടു നടക്കാനുള്ള കഴിവ് എപ്പോഴും നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കണം. മുസ്ലിങ്ങളായ നമുക്കുള്ള ഏറ്റവും വലിയ ബഹുമാനം നമ്മുടെ ആത്മീയമായ ശുദ്ധിയാണ്. നമ്മുടെ ശരീരത്തിന്റെ മികവോ ജീവിതത്തിന്റെ പത്രാസുകളോ ഒന്നുമല്ല ഒരു മുസ്ലിമിനുള്ള ഏറ്റവും വലിയ വിശുദ്ധി. ഒരാൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, അയാളുടെ 4 തലമുറകൾക്ക് ജീവിക്കാൻ മാത്രമുള്ള ആസ്തിയുണ്ട്, തെറ്റൊന്നുമല്ലത്. പക്ഷെ അതൊന്നും അല്ല നമ്മുടെ ഏറ്റവും വലിയ മേൽവിലാസം. നമ്മുടെ ആത്മീയമായ പരിശുദ്ധിയാണ്. പഴയ കാലത്തെ നമ്മുടെ ഉപ്പാപ്പമാര്, അവർക്ക് 2 വസ്ത്രങ്ങളാണ് കാര്യമായി ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ. ഒരു തുണിയും ഒരു മേൽമുണ്ടും. മേലെ ഇടുന്ന ആ തട്ടം നിസ്കരിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ 2 ഭാഗം പിടിച്ച് പിറകിലേക്ക് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചു വെക്കും. പ്രധാനപ്പെട്ട ഏതെങ്കിലും ദിവസങ്ങൾ വരുമ്പോൾ ഒരു പുതിയ ബനിയനോ അല്ലെങ്കിൽ കുപ്പായമോ ധരിക്കും. പക്ഷെ ആ ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ തീരുമാനിക്കുകയോ ചെയ്താൽ അത് സർവരാലും അംഗീകരിക്കപ്പെട്ട വിഷയമായിരുന്നു. ആർക്കും അതിൽ മറ്റൊരഭിപ്രായം പറയാനോ ചോദ്യം ചെയ്യാനോ ആരും തയ്യാറാവുകയില്ല. എന്താ കാരണം? അവരെന്തെങ്കിലും ഇങ്ങോട്ട് ആക്രമിക്കുന്നു കരുതിയിട്ട അല്ല. അവരാ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല എന്ന ലെവലിലുമല്ല. അതിനേക്കാൾ അപ്പുറം അവർക്കൊരു ആത്മീയമായ മുഖമുണ്ടായിരുന്നു, പരിശുദ്ധിയുടെ മുഖം. അത് കെട്ടുപോകാതെ സൂക്ഷിച്ചു കൊണ്ട് നടന്നിരുന്ന ആ കാലഘട്ടങ്ങളിൽ എല്ലാ വിഷയങ്ങൾക്കും അല്ലാഹു തആല എളുപ്പത്തിൽ പരിഹാരവും നൽകിയിരുന്നു. അന്നത്തെ ആളുകൾ ഒരു 10-11 ആളുകൾ ഒരുമിച്ച് കൂടി ഒരു കുത്തുബിയത്ത് നടത്തിയാൽ ആ കുത്തുബിയത്ത് തീരുമ്പോഴേക്ക് അതിന്റെ ഫലം. എന്തിനാണ് ആ കുത്തുബിയത്ത് നടത്തിയത്? ഒരു മാനസിക രോഗി അയാൾ അസുഖം മാറാൻ വേണ്ടി നേർച്ചയാക്കിയതാണ് കുടുംബങ്ങൾ. അപ്പൊ ഈ രോഗമുള്ള മനുഷ്യനെയും ആ സദസ്സിൽ കൊണ്ടുവന്ന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കേണ്ടതുപോലെ വിളിച്ച്, ഈ പാവപ്പെട്ട ആളുകൾ നമ്മുടെ കാഴ്ചപ്പാടിൽ അവരെ കാണുമ്പോൾ പവറും പത്രാസും ഒന്നുമില്ല, സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. പക്ഷേ അവർക്ക് ഏറ്റവും വലിയ തഖ്വയുണ്ട്, ഏറ്റവും വലിയ സൂക്ഷ്മതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് വലിയ ഫലമുണ്ടായിരുന്നു. അവരുടെ കണ്ണീർ തുള്ളികൾക്ക് അല്ലാഹു തആല വലിയ വിലയും നിലയും നൽകിയിരുന്നു. അവരുറ്റിയ ഒരു കണ്ണീർ തുള്ളിക്ക് പകരം നമ്മൾ ഇന്നൊരു കോപ്പ കണ്ണീർ തുള്ളികൾ ഉറ്റിക്കേണ്ടി വരും. അതെന്താ അങ്ങനെ? നമ്മളും അവരും തമ്മിലുള്ള അന്തരമാണ്. നമ്മൾ കാണുന്നത് പുറംപൂച്ചുകളിലാണ് നമ്മുടെ കണ്ണ്. അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണം പറയാം. ഒരാള് മറ്റൊരാളോട് പറയാണ്, എൻ്റെ മകളെ ഇന്ന് ഒരാൾ വന്ന് കണ്ടുപോയി. ഉടനെ നമ്മുടെ നാട്ടുകാർ ചോദിക്കും, ആ ചെറുപ്പക്കാരൻ എന്താ ജോലി? അയാളെ ദീനെങ്ങനെയാ, സ്വഭാവം എങ്ങനെയാ നല്ല ചോദിക്കും. ഉടനെ ചോദിക്കും എന്താണ് അയാൾക്ക് ജോലി അല്ലേ? പെട്ടെന്ന് അങ്ങോട്ടാണ് ചോദ്യവും മനസ്സൊക്കെ പോകുന്നത്.
ഒരു ജോലിയില്ലെങ്കിലും അല്ലാഹു തആല തഖ്വ ഈമാൻ ഉണ്ടെങ്കിൽ ജീവിക്കാൻ വകുപ്പ് കൊടുക്കൂലേ? ഇഷ്ടം പോലെ കൊടുക്കും. ഖുർആൻ അതല്ലേ നമ്മൾ നിക്കാഹിന്റെ സദസ്സിലൊക്കെ കേൾക്കുന്ന ആയത്ത്, ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി വല്ലാഹു വാസിഉൻ അലീം. നിങ്ങൾ വിവാഹത്തിന് തെരഞ്ഞെടുക്കുന്ന വധൂവരന്മാർ സാധുക്കളാണ്, പരമദരിദ്രരാണെങ്കിലും നല്ലവരാണോ നിങ്ങൾ അവരെ വിരട്ടിയോടിക്കരുത്, വേണ്ടാന്ന് വെക്കരുത്. ഇയകൂനു ഫുഖറാ, അവര് പരമദരിദ്രരാണെങ്കിലും യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് പ്രത്യേക ഐശ്വര്യം നൽകും. പാവപ്പെട്ട ആളായതുകൊണ്ട് അയാളെ തിരസ്കരിക്കരുത്. നോക്കേണ്ടത് ജീവിതത്തിന് പറ്റിയ സമ്പത്തുണ്ടോ എന്നല്ല, അയാളുടെ ദീനും ഖുലുഖും എങ്ങനെയാണ്, അതാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇദാ ജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു. ദീനും സ്വഭാവവും പൊരുത്തപ്പെടുന്ന ആള് വന്നാൽ നിങ്ങൾ അയാളെ ദീന് അന്വേഷിച്ചു നോക്കി. അയാൾ നിസ്കാരത്തിലും മാതാപിതാക്കളെ അനുസരിക്കുന്നതിലും കുടുംബബന്ധം പുലർത്തുന്നതിലും നാട്ടിൽ നല്ല പ്രവർത്തനങ്ങളിൽ സംബന്ധിക്കുന്നതിലും അതിലൊക്കെ പങ്കുവഹിക്കുന്ന നല്ല ആളാണ്, നല്ല സ്വഭാവമുള്ള ആളാണ്. എന്നാൽ ഫസവ്വിജൂഹു, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുന്നോട്ട് വെച്ചത് രണ്ടെണ്ണമാണ്, ഒന്ന് ദീന്, മറ്റൊന്ന് ഖുലുഖ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇല്ലാ തഫ്അലൂഹു, ദീനും ഖുലുഖും നോക്കി നിങ്ങൾ വിവാഹം നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കിയത് ജോലിയാണ്. അവിടെ പോയാൽ ഈ കുട്ടിക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. വല്യാപ്പാക്കന്നെ 300 ഏക്കർ നമ്മളെ ഭാഷയിൽ. അതുകൊണ്ട് പിന്നെ ഇവർക്ക് എത്ര ഉണ്ടാവും? ജ്യേഷ്ഠന്മാരൊക്കെ പൊടിയാണ്. ആ ലെവല് നോക്കിയിട്ടാണോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്? തക്കും ഫിത്നതും ഫിൽ അർളി വഫസാദുൻ കബീർ. ദീനും ഖുലുഖും നോക്കിയിട്ടല്ലേ നിങ്ങൾ കാര്യം ചെയ്യുന്നത്? ഭൂമിയിൽ വലിയ പ്രശ്നവും വലിയ പ്രതിസന്ധിയും വലിയ പരീക്ഷണവും ഉണ്ടാകും. നമ്മൾ നോക്കേണ്ട മേഖല അങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവപ്പെട്ട സ്വഹാബിമാരെ പെണ്ണ് നോക്കാൻ വേണ്ടി, കാണാൻ വേണ്ടി പറഞ്ഞയക്കും വലിയ സമ്പന്ന കുടുംബത്തിലേക്ക്. അപ്പൊ അവര് വന്നിട്ട് പറയും, നബിയെ, ആ പെൺകുട്ടിയുടെ കുടുംബം നല്ല സമ്പത്തുള്ള കുടുംബമാണ്, പക്ഷെ ഞാൻ ഒരു പാവപ്പെട്ട ആളല്ലേ, അതിനെന്താ കുഴപ്പം? നിങ്ങൾ രണ്ടുപേരും ദീനും ഖുലുഖും പൊരുത്തപ്പെടുന്ന ആളുകളാണെങ്കിൽ ജീവിക്കാനുള്ള വകുപ്പ് നിങ്ങളെ വിശുദ്ധിയിലൂടെ അല്ലാഹു തആല തരും. എത്ര പ്രമാണിമാരെ കിട്ടും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തെരഞ്ഞെടുത്തത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമാണ്. അതിനേക്കാൾ എത്രയോ ആളുകളുണ്ട്. ഒരുപാട് മഹത്തുക്കൾ ആ ലെവലിൽ ചിന്തിച്ചത് അങ്ങനെയാണ്. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ വിവാഹാന്വേഷണം നടത്തി രാജാവിന്റെ മോനെക്കൊണ്ട്. മഹാനവർകൾ അത് വിസമ്മതിച്ചു. മദീനത്തെ പള്ളിയിലെ മുദർരിസാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽ വലിയ മഹാൻ. പക്ഷേ അദ്ദേഹം വിസമ്മതിക്കാനുള്ള കാരണം, എന്റെ വീട്ടിൽ സ്വലാഹിയത്തോടെ നല്ല സ്വഭാവത്തോടെ വളർന്ന കുട്ടി, ഒരിക്കലും ആ കുട്ടി ഒരു കറാഹത്ത് പോലും ചെയ്യാതെ പരിശുദ്ധ ജീവിതം നയിച്ച കുട്ടിയാണ്. യഥാർത്ഥ രാജാവായ അള്ളാഹുവിനെ നന്നായി ഓർക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി ജീവിതം ഇങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് മാറിയാൽ യഥാർത്ഥ രാജാവിനെ മറന്നുപോകാൻ സാധ്യതയുണ്ട്. ഇവിടെയുള്ള അതിർപ്പങ്ങളും സൗകര്യങ്ങളും കണ്ട് ഭൗതികതയിലേക്ക് ആ കുട്ടി. അപ്പോ
തൽക്കാലം സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചത് വേണ്ട. ഒരുപാട് പ്രാവശ്യം രാജാവ് അങ്ങനെ ആവശ്യപ്പെട്ടു. പിന്നെ ആ മകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ വരനെ കണ്ടെത്തിയത്, നമ്മളൊക്കെ ചിലപ്പോൾ പിറകോട്ട് പോകും. കാരണം അന്വേഷിക്കുമ്പോൾ ആൾക്കാർക്ക് തൃപ്തിയാവില്ല. അവിടുത്തെ ദർസിലൊരു മുത്തഅല്ലിമ് വിവാഹം ചെയ്ത് കുറച്ച് നാൾ ജീവിച്ചപ്പോഴേക്ക് ഭാര്യ മരണപ്പെട്ടു പോയി. ആ സങ്കടത്തിൽ നിൽക്കുന്ന ആ ശിഷ്യനാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. പിറകോട്ട് പോകും ഞാൻ പറയാൻ കാരണം രണ്ടാമത്താണ് നമ്മൾ പറയും. രണ്ടാമത്തത് മൂന്നാമത്തത് എന്നല്ല, ആളെങ്ങനെയെന്നുള്ളതാണ് നോട്ടം. മുത്തഖിയാണോ ആള്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള കഴിവും ഒഴിവൊക്കെ ഉള്ള ആളാണോ, ഒരു പ്രശ്നവുമില്ല. ബറക്കത്തൊക്കെ അള്ളാഹു കൊടുക്കും. എത്രയുണ്ട് തഖ്വ. മുത്തഖിയായ മനുഷ്യന്മാർക്ക് അള്ളാഹു തആല അവരെ തഖ്വന്റെ അടിസ്ഥാനത്തിൽ അവർ മുത്തഖീങ്ങളായതുകൊണ്ട് അള്ളാഹു തആല വാരിക്കോരി കൊടുത്തു, ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ. ഇഷ്ടംപോലെ മക്കളവർ നോക്കിയത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് സന്താനങ്ങളെ നൽകിയിട്ടുണ്ട്. 4 ഭാര്യമാരിലായിട്ട് മൊത്തം സന്താനങ്ങൾ 49 എണ്ണമാണ്. മഹാനവർകൾ വഫാത്താകുമ്പോൾ 10-13 ആളെ ബാക്കിയുള്ളൂ. പക്ഷേ അത്രയും അധികം ആളുകളെ വളർത്തിക്കൊണ്ടുപോകാനും മറ്റുമൊക്കെ ഉള്ളത് അത് അല്ലാഹു തആല അങ്ങ് തരും. മഹാനവറുകൾക്ക് കിട്ടുന്ന നേർച്ചകളൊക്കെ മഹാനവറുകൾ ഭക്ഷണം കൊടുക്കാനാണ് തയ്യാറാകുക. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക, സാധുക്കൾക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കുക. ഇപ്പൊ ഇവിടെയും കണ്ടില്ലേ നിങ്ങൾ ഈ റാത്തീബിന്റെ ഭാഗമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. നാളെയും അല്ലേ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹകരിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവരൊക്കെ അടിസ്ഥാനപ്പെടുത്തിയത് ആത്മീയമായ വിശുദ്ധിയാണ്. ഇന്നും നമ്മുടെ ഇടയിലും അങ്ങനെ അടിസ്ഥാനപ്പെടുത്തുന്ന ആളുകൾ വ്യാകുലപ്പെടേണ്ടി വരില്ല. അതൊരു വിഷമായിട്ട് മനസ്സിൽ കരുതേണ്ടി വരില്ല. അല്ലാഹു തആല കൊടുക്കും. കാരണം കൊടുക്കുന്ന അല്ലാഹു തആല പറഞ്ഞതാണ്, പിന്നെ നമുക്ക് തിരുത്താൻ കഴിയില്ലല്ലോ. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു നല്ല സൗന്ദര്യമുള്ള മഹാനാണ്. മഹാനവറുകളെ വിവാഹം ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ആലോചനകൾ വന്നിരുന്നു. പക്ഷേ മഹാനവറുകൾ സ്വീകരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മകളെയാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള തത്വം? നല്ല മുത്തഖീങ്ങൾ നാട്ടിൽ വളർന്നു വരാൻ വേണ്ടി മുമ്പ് കാലത്തെ അവർ അധ്വാനിച്ച അധ്വാനമാണ്. പഴയ കാലത്തൊക്കെ ഒരു പുതിയാപ്പിള മോളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നാൽ ആ പുതിയാപ്പിളയെ ഒന്ന് നോക്കും, വല്യാപ്പ ഒന്ന് നോക്കും. എങ്ങനെയാ നോക്കുക? സലാം പറഞ്ഞോ? സലാം പറയാനൊന്നും പരിചയമുള്ള ആളല്ലേ, അപ്പൊ ദീനുമായിട്ടൊരു ബന്ധം ഉണ്ടാകൂല. സലാം പറഞ്ഞിട്ട് അങ്ങനെ കയറി ഇരുന്ന് ചായ കൊണ്ടേ കൊടുക്കുമല്ലോ വീട്ടിലെത്തിയാൽ, എന്തെങ്കിലും വെള്ളം ആദ്യം കാണുന്നതിന് മുമ്പ് തന്നെ ഒരു വെള്ളം. ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ വല്യപ്പ നോക്കുന്നത് ബിസ്മി ചൊല്ലുന്നുണ്ടോ എന്നാണ്. ഈ ചെറിയ കാര്യങ്ങളില്ലെങ്കിൽ പിന്നെ വലിയ കാര്യത്തിൽ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും? അവരുടെ നോട്ടം എത്രമാത്രം തഖ്വയുണ്ട് എന്നതിലേക്കാണ്. ആ അടിസ്ഥാനപ്പെടുത്തി അവർ ചേർത്തി കൊടുത്ത ബന്ധങ്ങളിൽ നിന്നൊക്കെ പുറം ലോകത്തേക്ക് പിന്നീട് വന്നത് നാടിനും നാട്ടുകാർക്കും എന്നും അവർ ജീവിക്കണം എന്ന് ആശിക്കുന്ന നല്ല സന്താന പരമ്പരകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, പരിഗണിക്കേണ്ടത്, ആളുകൾ ചിന്തിക്കേണ്ടത്, നോക്കേണ്ടത് അതിലേക്കാണ്. സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ അല്ലാഹു തആല തരുന്നതാണ്. നമ്മളെന്തേ ഈ നാട്ടില് മഹാന്മാർക്ക് വലിയ മഹത്വം കൽപ്പിക്കാനുള്ള കാരണം അവരുടെ മുഖമുദ്ര തഖ്വയായിരുന്നു. നമ്മൾ മാത്രമല്ലല്ലോ, എല്ലാ ആളുകളും. ബഹുമാനപ്പെട്ട മമ്പറത്തുപ്പാപ്പ
അല്ലാഹു തആല അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഇതിലങ്ങോട്ട് പോയാൽ എത്ര സയ്യിദന്മാരുണ്ട്. വളാഞ്ചേരി എത്തുന്നതിന് മുമ്പ് എത്ര സാദാത്തുക്കളെ മഖാമുകളുണ്ട്. എന്താ അവരിലേക്കൊക്കെ ആളുകൾ വരാനുള്ള കാരണം? അവരൊന്നും പബ്ലിസിറ്റി ചെയ്തതല്ല. ഇങ്ങനത്തെ പബ്ലിസിറ്റി സൗകര്യമില്ലല്ലോ. അവരുടെ ആത്മവിശുദ്ധി മനസ്സിലാക്കി ഒന്നവരെ കാണാൻ, ഒന്നവരെ മജ്‌ലിസിലൊന്നിരിക്കാൻ, ഒന്നവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കൈനീട്ടം കിട്ടാൻ. ഇനി ഒന്നുമില്ല, നാളെ തോണി ഇറക്കാൻ പോവാണ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൈനീട്ടം തരണം. എന്താണ് ആ കൈനീട്ടം വാങ്ങാനുള്ള കാരണം? ആരാണത് തരുന്നത്? മുത്തഖീങ്ങളായ മഹാന്മാർ. അവരാ തരുന്നതിൽ എല്ലാം ഉണ്ട്. പൊരുത്തവും കാവലും ബറക്കത്തും എല്ലാം ഉണ്ട്. അപ്പൊ ആ മുത്തഖീങ്ങളായ ആളുകൾക്ക്, സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സ്ഥാനം വിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ തന്നെ ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്നി ലഅലമു ആയത്തൻ, ഖുർആനിൽ എനിക്കൊരു ആയത്തറിയും, ലൗ അഖദ ബിഹന്നാസു ലകഫതുഹും, മനുഷ്യന്മാർ ആ ആയത്ത് നന്നായി മനസ്സിലാക്കി ഉൾക്കൊള്ളുകയാണെങ്കിൽ അവർക്ക് അത് മതി. ഏതാണ് ആയത്ത്? വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ആവർത്തിച്ച് തങ്ങൾ സ്വഹാബത്തിന് ഓതിക്കൊടുക്കുകയാണ്. വമയ്യത്തഖില്ലാഹ്, അല്ലാഹുവിന് ആരെങ്കിലും തഖ്വ ചെയ്ത് ജീവിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹു വെച്ച വിധി വിലക്കുകളിൽ ഒതുങ്ങി ജീവിക്കാനുള്ള കഴിവ് നേടിയാൽ, റബ്ബ് തആല വെച്ച അതിർവരമ്പുകളുണ്ട്, അതിൽ നിന്ന് പുറത്തു പോകാതെ, ഒന്നും തെറ്റിക്കാതെ അതിൽ ഒതുങ്ങി നിന്ന് ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ, ആ മനുഷ്യന് അല്ലാഹു തആല എല്ലാ വിഷയത്തിലും നല്ല പരിഹാരം നൽകും, നല്ല കഴിവ് നൽകും. അതേ ഖുർആൻ പണ്ഡിതർ രേഖപ്പെടുത്തി, മുത്തഖിയായി നടക്കുന്ന മനുഷ്യൻ യുഖ്രിജുഹു മിനൽ ഹറാമി ഇലൽ ഹലാൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ഹറാമിൽ കുടുങ്ങിപ്പോയാൽ ഹലാലിലേക്ക് അല്ലാഹു തആല പുറത്താക്കും. ഹലാലിലേക്ക് അല്ലാഹു അങ്ങ് വഴി കൊടുക്കും. നിങ്ങൾ അതിലൂടെ പോയിക്കോളൂ, അത് ഹലാലായ മാർഗമാണ്, നിങ്ങൾ ഇതിലൂടെ പോകണ്ട. കാരണം ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പരിഹാരം അല്ലാഹു കൊടുക്കുകയാണ്, കാണിച്ചു കൊടുക്കുകയാണ്. എത്ര സൗന്ദര്യമുള്ള ആളാണെങ്കിലും അല്ലാഹു അങ്ങനെ കാവൽ കൊടുക്കും. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, പഴയ കാലത്ത് ബസറ നഗരത്തിൽ നല്ല സൗന്ദര്യമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ സൗന്ദര്യമുള്ള മനുഷ്യനെ ജനങ്ങളൊക്കെ മിസ്കി എന്നായിരുന്നു വിളിച്ചിരുന്നത്. മിസ്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം, കസ്തൂരി എന്നാണ്. ഇയാളെ മിസ്കി മിസ്കി എന്ന് ആളുകൾ പേരിട്ട് വിളിച്ചിരുന്നു. എന്താണ് അതിന്റെ കാരണമെന്നൊരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചൊരാൾ, നിങ്ങളെ ജനങ്ങളൊക്കെ ഈ പേര് വിളിക്കുന്നുണ്ടല്ലോ, സ്വന്തം പേര് നിങ്ങളുടേത് മിസ്കി എന്നല്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ പേരിന്റെ പിന്നിൽ ഒരു തത്വമുണ്ട്, ഒരു വിഷയമുണ്ട്. അതുണ്ടായതിനു ശേഷമാണ് അങ്ങനെ. എന്താണ് ആ വിഷയം? എന്റെ കടയിലേക്ക് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഉപ്പയോടൊപ്പം കച്ചവടം നടത്തുന്ന മകനാണ്. ആ മകൻ പറയാ, ഞാൻ എൻ്റെ കടയിൽ ഒറ്റക്ക് ജനങ്ങൾക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു സഹോദരി എൻ്റെ കടയിൽ വന്നു. പ്രായം ചെന്ന സഹോദരിയാണ്. ഒരുപാട് വസ്തുക്കളുടെ ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുഴുവനും ഞാൻ തൂക്കി റെഡിയാക്കി കെട്ടിക്കൊടുത്തു. ആ സഹോദരി പറഞ്ഞു, ഇതെന്റെ വീട്ടിലേക്ക് നിങ്ങളൊന്ന് ചുമന്നുകൊണ്ട് തന്നാൽ നല്ല സുഖമായിരുന്നു. ക്യാഷും മുഴുവനായി ഞാൻ കൊണ്ടുവന്നിട്ടില്ല, വീട്ടിലെത്തിയാൽ മുഴുവനായി നിങ്ങൾക്ക് തരുകയും ചെയ്യാം. ഒരു പ്രായം ചെന്ന ഉമ്മയെ സഹായിക്കാൻ എന്ന് കരുതിയിട്ട് ആ ചെറുപ്പക്കാരൻ ആ ചുമട് തോളിലേറ്റി കൊണ്ടുപോയി. വീട്ടിലേക്ക് എത്തിയപ്പോൾ അതവിടെ വെച്ചു. കുറച്ചു നേരം അവിടെ കാത്തു നിന്നു കാശ് കിട്ടാൻ വേണ്ടി. ആ സഹോദരി അകത്തേക്ക് വിളിച്ചു. എന്തിനാണ് വിളിക്കുന്നത് എന്നറിയില്ല. അകത്തേക്ക് വിളിച്ചപ്പോൾ കാശ് തരാനായിരിക്കുമെന്ന് കരുതി. അപ്പോഴതാ വേറെ ഒരു സഹോദരി കതക് മുഴുവനും കൊട്ടിയടക്കുന്നു. അതീവ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്.
ഈ ഉമ്മ പറയുന്നു, പ്രായം ചെന്ന ഉമ്മ, കുറെ കാലമായി നിന്നെ നോക്കി നടക്കുന്നു ഇവൾ, ഇതുവരെ വലയിൽ വീഴ്ത്താൻ കഴിയാത്തത് കൊണ്ട് ഞാനൊരു കെണി വെച്ച് നോക്കിയതാണ്. ഈ കെണിയിൽ ഇപ്പോൾ നീ വീണു. ഇനി അവളുടെ ആഗ്രഹം എന്താണോ അത് പൂർത്തീകരിച്ച ശേഷമേ പോകാൻ കഴിയൂ. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരൻ വിഷമിക്കുകയാണ്. അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരനാകുമ്പോ ഇപ്പോൾ ചെന്നുപെട്ട അപകടത്തിൽ നിന്ന് വഴി അള്ളാഹു കാണിച്ചു കൊടുക്കും. അതല്ലേ നമ്മളിവിടെ ഓതിയത്? ഞാൻ എൻ്റെ വക പറഞ്ഞതല്ല. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്ന ആശയമാണ്. തഖ്വ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് യജ്അൽ ലഹു മഖ്റജാ, എന്തെങ്കിലും ഒരു ഹറാമില്ലവൻ ചെന്ന് ഭവിച്ചാൽ ഹലാലിലേക്ക് അല്ലാഹു വഴി കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ചെയ്താൽ മതി, എന്നാൽ രക്ഷപ്പെടാം. ഇങ്ങനെ പോയാൽ മതി, എന്നാൽ രക്ഷപ്പെടാം. ആ ചെറുപ്പക്കാരൻ ബേജാറാകുന്നു, പടച്ചോനെ ഞാൻ കുടുങ്ങിയല്ലോ. സൗന്ദര്യമുള്ള സഹോദരി പറയുന്നു, നിന്റെ ശരീരം എനിക്ക് വേണ്ടി ഒരു അല്പസമയം നീ നീക്കിത്തരണം. നിന്റെ ശരീരം കൊണ്ട് എനിക്കൊന്ന് സുഖിക്കാനാണ്. നഊദു ബില്ലാഹ്. പ്രതിസന്ധിയിലായിരിക്കുന്നു ആ ചെറുപ്പക്കാരൻ. കാണാൻ നല്ല സൗന്ദര്യമുള്ളവൻ. അദ്ദേഹം ചിന്തിക്കുന്നു, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ആ പെണ്ണിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് വിട്ടുതരണം. ഞാൻ അതിനു വേണ്ടി വന്നതല്ല, എനിക്കങ്ങനെ ഒരു താല്പര്യവുമില്ല. ഈ ഉമ്മ എന്നെ വിളിച്ചു കൊണ്ടുവന്നപ്പോ ഉമ്മയെ സഹായിക്കാൻ വേണ്ടി ചുമടെടുത്ത് വന്നതാണ് ഞാൻ. ഇങ്ങനെ ഒരു കെണി ഒരുക്കും എന്നത് ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം, നിനക്ക് എന്തും തരാം. ആ സഹോദരി പറയുന്നു, ഇല്ല ഇല്ല, എന്റെ ആഗ്രഹം നടത്തി തന്നാലേ നിന്നെ ഞാൻ വിടും, അല്ലെങ്കിൽ നിന്നെ ഞാൻ വഷളാക്കി കളയും. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നു, പടച്ചോനെ ഞാൻ എന്ത് ചെയ്യും? അള്ളാഹു ആ ചെറുപ്പക്കാരന് തോന്നിപ്പിക്കുന്നൊരു മാർഗം. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്ന് മൂത്രമൊഴിക്കണം, വിസർജിക്കാൻ പോകണം. അതിന് പിന്നെ ആരും പെർമിറ്റ് കൊടുക്കുമല്ലോ. അതാ സഹോദരി അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു, റൂം കാണിച്ചു കൊടുക്കുന്നു. അങ്ങോട്ട് നീങ്ങി, തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ എന്ന മാർഗത്തിൽ അങ്ങോട്ട് നീങ്ങി. ആ ചെറുപ്പക്കാരന് തോന്നുന്നു, ഇനി ഇവിടുന്ന് പ്ലാൻ ചെയ്യണം. അല്ലാഹു ജല്ല ജലാലുഹു ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ പ്ലാൻ കൊടുക്കുകയാണ്. അതെ, തന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന മലിനം, ആ വസ്തു എടുത്ത് ശരീരത്തിൽ ആകമാനം പുരട്ടണം. എന്നിട്ട് ആ സഹോദരന്റെ മുന്നിൽ പോയാൽ അവള് വെറുത്ത് കളയും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരും. ആ ചെറുപ്പക്കാരൻ പ്ലാൻ ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഒരു മാർഗം കാണിച്ചു കൊടുക്കുന്നത് റബ്ബ് തആലയാണ്. അതെ, തന്റെ ശരീരത്തിന് ഒരു ഇഞ്ച് ആ പെണ്ണിലേക്ക് ഒരു ആകർഷണീയതയുണ്ടെങ്കിൽ പിശാച്ച് ബാക്കിയുള്ളത് മുഴുവൻ സൗകര്യങ്ങളും പിശാച്ച് ചെയ്തു കൊടുക്കും. അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളായതുകൊണ്ട് അള്ളാഹു ജല്ല ജലാലുഹു പരിഹാരം കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന് പരിഹാരം കൊടുത്തതുപോലെ, സലീഹയുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ, പരാതി പറഞ്ഞപ്പോൾ അള്ളാഹു എങ്ങനെ രക്ഷപ്പെടുത്തി? സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടിയെ അള്ളാഹു അങ്ങ് സംസാരിപ്പിച്ചു. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫകദബത് വഹുവ മിനസ് ഫസദഖത് വഹുവ മിനൽ കാദിബീൻ വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ് സാദിഖീൻ. കുപ്പായം കീറിയത് എവിടുന്നാന്ന് നോക്കിയാൽ മതി. രാജാവിന് കുട്ടി ഓതിക്കൊടുക്കുന്ന നിർദ്ദേശമാണ്. അതെ, കുപ്പായത്തിന്റെ മുൻഭാഗമാണോ പിൻഭാഗമാണോ കീറിയിരിക്കുന്നത്? പിൻഭാഗം കീറിയതാണെങ്കിൽ അതെ, യൂസുഫ് നബി അലൈഹിസ്സലാം സത്യവാന്മാരിൽപ്പെട്ട ആളാണ്. സലീഹ പറയുന്നത് കളവാൻ. മുൻഭാഗമാണെങ്കിൽ നേരെ തിരിച്ചുമാണ്. ഫലമ്മാ റആ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ ഖാല ഇന്നഹു മിൻ കൈദികുൻ. രാജാവ് നോക്കുമ്പോൾ പിന്നിലാണ് കുപ്പായം കീറിയത് കാണുന്നത്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് മുന്നിട്ടിറങ്ങിയതും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ നോക്കിയതും സലീഹയാണ്. രാജാവ് പറഞ്ഞു, ഇത് നിന്റെ ചതിയാണ്.
നീ ചെയ്ത തന്ത്രമാണ്. ഇന്ന കൈദകുന്ന അദീം. യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണ്. ഈ നിരപരാധിത്വം അല്ലാഹു തആല ഒരു സാക്ഷിയുടെ രൂപത്തിൽ തെളിയിച്ചത് യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന വലിയ മഹാനാണ്. മുത്തഖിയാണോ? പരിഹാരം റബ്ബ് കൊടുക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ തന്റെ ശരീരത്തിൽ അതാ മുഴുവൻ മലിന വസ്തുക്കളും പുരട്ടി കതക് തുറന്നു പുറത്തു വന്നപ്പോൾ ആ പെൺകുട്ടി ഉമ്മയെ വിളിച്ചു പറയുന്നു, ഇവനൊരു ഭ്രാന്തനാണ്, ഇവന് സുഖമില്ലാത്ത ആളാണ്, പെട്ടെന്ന് കതക് തുറന്നു പുറത്താക്കണം. ശരീരത്തിൽ മുഴുവനും വസ്ത്രത്തിൽ മുഴുവനും ഇതാ അമേദ്യം പുരട്ടിയിരിക്കുന്നു. വിസർജിക്കുന്ന തള്ളിക്കളയുന്ന വസ്തുവല്ലേ പുരട്ടിയിരിക്കുന്നത്. കതക് തുറന്നു പുറത്തെത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ സന്തോഷിക്കുകയാണ്. നേരെ പോയി ഒരു കുളത്തിൽ മുങ്ങി ഈ നജസ് മുഴുവനും നീക്കി ശരീരവും വസ്ത്രവും വൃത്തിയാക്കി അന്ന് രാത്രി വിശ്രമിക്കുമ്പോൾ അതേ അടുത്തേക്ക് വരുന്നു ഒരു നല്ല സൗന്ദര്യമുള്ള രൂപം. അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു, എന്നെ അറിയുമോ? ഇല്ല ഇല്ല, നിങ്ങൾ അറിയില്ല. അന ജിബ്രീലു അലൈഹിസ്സലാം, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നിങ്ങളെ ശരീരം ഒന്ന് തടവിത്തരാൻ അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ്. അന്നു മുതൽ ആ ശരീരത്തിൽ നിന്ന് കസ്തൂരി വാസനിക്കുകയാണ്. അത്ര തേക്കണ്ട. നമ്മളൊരു അത്ര വാങ്ങുമ്പോ തന്നെ ചോദിക്കുന്നത് എത്ര മണിക്കൂർ നീണ്ടുക്കും. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് ശരീരം ഒന്ന് തടവിക്കൊടുത്തപ്പോ പിന്നെ എപ്പോഴും വാസനയാണ്. ഈ വാസന അടിച്ച് വീശിയിട്ട് ജനങ്ങൾ വിളിച്ചു മിസ്കി എന്ന്. ആ സഹോദരൻ ആ ചെറുപ്പക്കാരന് വഴി തുറന്നു കൊടുത്തത് അല്ലാഹു ജല്ല ജലാലുഹു ആണ്. കൃത്യമായി എനിക്ക് പള്ളിയിലെത്തി നിസ്കരിക്കണം, ഇവിടെ ഇരുന്നാൽ പോരാ എന്ന് ചിന്തിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖാലി തങ്ങൾക്ക് അല്ലാഹു തആല ഒരു വാർഡനെയും വിളിക്കാതെ വഴി തുറന്നു കൊടുത്തു. സുബഹി നിസ്കാരത്തിന് ജുമുഅത്ത് പള്ളിയിലെത്തി. ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി തടവിലാക്കി. പേരൊക്കെ രേഖപ്പെടുത്തി പട്ടികയിൽ. ഹാജരത്ത് വിളിച്ചു നോക്കുന്ന സമയത്ത് ഉമർ ഖാലി തങ്ങളെ കാണുന്നില്ല. ഉമ്മയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുമ്പോൾ ഏതൊരാണിനും പെണ്ണിനും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അല്ലാഹു പരിഹാരം കൊടുക്കും. വമിനദ്ദീഖി ഇലസ്സഅതി, ഇടുങ്ങിയ ജീവിതത്തിൽ നിന്ന് വിശാല ജീവിതം കൊടുക്കും. ഇടുങ്ങിയ ജീവിതമാണ്, കഷ്ടപ്പാടായിരുന്നു. പക്ഷേ ഘട്ടം ഘട്ടമായി ആ കഷ്ടപ്പാടിന്റെ സമയത്ത് പലരും വന്ന് പറഞ്ഞു, ഇങ്ങനൊരു സംഗതി ഉണ്ട്, അതിലൊന്ന് പോയി നോക്കിയാലോ. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. താഴ്വേരുകൾ അന്വേഷിച്ചു പോയി നോക്കുമ്പോ ബന്ധപ്പെടുന്നത് പലിശയിലാണ്, വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു നിക്ഷേപമുണ്ട്, അതിൽ പോയി നോക്കിയാലോ, നമുക്ക് കുറച്ചൊക്കെ വിശാലത കിട്ടും. അന്വേഷിച്ചിട്ടാവാമെന്ന് കരുതി. കാരണം എന്തേ? അന്വേഷിക്കാമെന്ന് വെച്ചത് തഖ്വ കൊണ്ടാണ്. പോയി അന്വേഷിച്ചു നോക്കുമ്പോ അതും ചെന്നെത്തുന്നത് അങ്ങനെയാണ്, വേണ്ടാന്ന് വെച്ചു. ഇടുങ്ങിയ ജീവിതമാ നയിക്കുന്നത്. പക്ഷേ ഉള്ള ഹലാലിൽ നിന്ന് മക്കളെ വളർത്തിയിട്ട് സംരക്ഷിച്ച് വലുതാക്കി കൊണ്ടുവന്നു. ആ മക്കളിലൂടെ അല്ലാഹു തആല അഭിവൃദ്ധി കൊടുക്കുന്നു. നല്ല ഹലാലായ റിസ്ക്, വിശാലമായ റിസ്ക് കൊടുക്കുന്നു. നല്ലവണ്ണം പഠിപ്പിച്ചു. കടം വാങ്ങി ആ കുട്ടിയെ പഠിപ്പിച്ചത്. ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകിയിട്ട് കുട്ടിയെ വിദേശത്തേക്ക് അയച്ചു. ഒരു ജോലി വന്നപ്പോ പലരുമുണ്ട്, ആ ജോലിക്ക് അപേക്ഷ നൽകിയവര് 1-ാം നമ്പറായി കുട്ടി ജയിച്ചു. നല്ല ഹലാലായ ജോലി, ശമ്പളം കിട്ടുന്നതോ ഇതുവരെ കിട്ടാത്തത്രയും വലിയ ശമ്പളം. ഇവിടെയുള്ള കടങ്ങൾ വീടുന്നു. ജീവിതത്തിന് അല്ലാഹു വിശാലത കൊടുക്കുന്നു. എന്തേ കാരണം? ഈ കുട്ടികളൊക്കെ ചെറിയ കുരുന്നുകളാകുന്ന സമയത്ത് ആ ഉപ്പയെ പലരും വേട്ടയാടിയിരുന്നു. അനധികൃതമായ രീതിയിൽ, അവിഹിതമായ രീതിയിൽ സമ്പത്ത് സ്വരൂപിക്കാൻ. പക്ഷേ പ്രതിസന്ധി സഹിച്ചു നിന്നപ്പോ അല്ലാഹു വിശാലത കൊടുത്തു. നമ്മൾ എത്രയാണ് അങ്ങനെ അനുഭവങ്ങൾ കാണുന്നത്, എത്രയാ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. വമിനന്നാരി ഇലൽ ജന്ന. അവിടെ 3-ാമത്തെ വിവക്ഷ, മുത്തഖിയായി ജീവിച്ചാൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴി.
നരകത്തിൽ പോകേണ്ട രൂപത്തിലായിരുന്നു അയാളുടെ ജീവിതം. പക്ഷേ തഖ്വ കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത്. അള്ളാഹു നമുക്ക് തഖ്വയേറ്റി തരട്ടെ. സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അയാൾ കേടാകണം. എന്തുകൊണ്ട് അയാൾ കേടായില്ല? അള്ളാഹു നൽകിയ ഈമാനെ പിടിച്ചു നിർത്തി, നല്ല ക്ഷമിച്ച്, നല്ല സ്വബറിലായി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് നീങ്ങിയപ്പോ പരിഹാരത്തിന്റെ വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നു. മുത്തഖീങ്ങൾക്കൊരു പ്രയാസമില്ല. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവിചാരിത മാർഗത്തിലൂടെ അള്ളാഹു നൽകും. പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നൽകും. ഒരു പറ്റം പണ്ഡിതന്മാര് പറഞ്ഞു റിസ്ഖിലുള്ള ബറക്കത്താണ്. ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, എങ്ങനെ അയാൾ ഈ 8 അംഗങ്ങൾ ആ കുടുംബത്തിൽ പോറ്റുന്നത്? തുച്ഛം വേദനാണല്ലോ കിട്ടുന്നത്. അള്ളാഹു നൽകിയ ബറക്കത്താണ്. അപ്പൊ നമ്മളോട് ബറക്കത്തിന്റെ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെലവ് കുറച്ച് കൂടുതലാണ്. അതെന്താ ചെലവ് കൂടുതൽ? അദ്ദേഹത്തിന്റെ വീട്ടിൽ കാര്യമായ ചെറിയൊരു പനി വരുമ്പോ ഒന്നുകിൽ ഒരു വെള്ളം മന്ത്രിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഗുളിക എന്തെങ്കിലുമൊക്കെ. പൈസ ഒന്നും കൊടുക്കാതെ തന്നെ ഗുളിക കിട്ടുമല്ലോ. നമ്മളെ വീട്ടിൽ അങ്ങനെയല്ല. നമ്മളെ വീട്ടിൽ ചെറിയ ബ്ലോക്ക്, വലിയ ബ്ലോക്കായിട്ട് പലതരം. അപ്പൊ അതിന്റെ പിറകിൽ നമ്മുടേത് സ്വരൂപിച്ചത് പലരുടേതും അവിഹിതമായത് കൊണ്ട് പല രൂപത്തിലങ്ങ് പോയിക്കോട്ടെ എന്ന് അള്ളാഹു തീരുമാനിക്കും. അപ്പൊ ഓരോ മാസവും 10,000, 50,000, ലക്ഷവും ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇബാദത്തും മുടങ്ങുന്നുണ്ട്. നമ്മളെ അദ്ദേഹത്തിന് ജമാഅത്ത് മുടങ്ങുന്നില്ല, ഇബാദത്ത് മുടങ്ങുന്നില്ല, സ്വലാത്ത് മുടങ്ങുന്നില്ല, ഒന്നും മുടങ്ങുന്നില്ല. എന്തൊരു ബറക്കത്ത! ആളുകൾ ഇങ്ങനെ ചോദിക്കും, എങ്ങനെ നിങ്ങൾ ജീവിതം ഇങ്ങനെ മുന്നോട്ടുണ്ടോ? പലരോടും അതിശയിക്കും. ഉസ്താദ് എങ്ങനെയാണ്? അയാൾ ജീവിക്കണ്ടല്ലോ. ഭക്ഷണം ഉണ്ട്, അവിടെ വെള്ളമുണ്ട്, നിങ്ങളെ വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ചുരുക്ക രൂപത്തിലാണ്, തൃപ്തിപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ അവിടെയും ഭക്ഷണമുണ്ട്. എങ്ങനെ എത്രയധികം? അത് തഖ്വ കൊണ്ട് അല്ലാഹു തആല വിചാരിക്കാത്ത മാർഗത്തിലൂടെ അങ്ങനെ കൊടുക്കുകയാണ്. ആ കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള ഒരു വിവക്ഷ അൽ ബറക്കത്തു ഫി റിസ്ഖി, റിസ്ഖിലുള്ള ബറക്കത്ത്. അല്ലാഹു നമ്മുടെ റിസ്ഖിലൊക്കെ ബറക്കത്ത് ഏറ്റി തരട്ടെ. മക്കളിലും കുടുംബങ്ങളിലും കൃഷികളിലും കച്ചവടങ്ങളിലും ഒക്കെ അല്ലാഹു ബറക്കത്ത് ഏറ്റി തരട്ടെ. ബറക്കത്തില്ലെങ്കിൽ പിന്നെ അതിങ്ങനെ വളർത്തിയിട്ട് വെറുതെയാണ്. അത് ചെറിയ ഒരു തടസ്സം ഉണ്ടായാല് ഒരു പക്ഷെ അതങ്ങ് പോവും ചെയ്യും. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായപ്പോ ഇവിടെയുള്ള ചെറിയ ഉറി എന്നല്ല ഇവിടെ പറയാം. ഉറി ഇനി കേൾക്കുന്ന ആൾക്കാർക്ക് തിരിയൊന്നറിയില്ല, പഴയ കാലത്തെ നമ്മളെ ഭാഷ. ഉറിയില് കുറച്ച് പൊടി ഉണ്ടായിരുന്നു. പത്തിരി ചുടാൻ പറ്റിയ, റൊട്ടി ചുടാൻ പറ്റിയ പൊടി. തങ്ങൾ വഫാത്തായതിനു ശേഷം ഞാൻ അതിൽ നിന്ന് അങ്ങനെ എടുക്കും, ചുടും, അങ്ങനെ ഭക്ഷിച്ചങ്ങനെ പോകും. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പോയി. കുറച്ച് പൊടിയുള്ളൂ. പക്ഷെ ഒരു ദിവസം ഞാൻ അതെടുത്ത് ഒന്ന് അളന്നു നോക്കി എത്ര ഉണ്ട്. അത് അന്നത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടായില്ല. കണ്ട, ഇപ്പൊ എന്തിനാ അളക്കേണ്ട ആവശ്യം? കൊടുക്കുകയാണെങ്കിലല്ലേ കൊടുക്കേണ്ടേ ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ ഉമ്മമാര് പറയും, ചൂടുള്ള ഭക്ഷണം കിട്ടിയാൽ കുട്ടികൾ ഊതയിലേക്ക്. അപ്പൊ ഉമ്മമാര് പറയും ഭക്ഷണത്തിൽ ഊതരുത് അല്ലേ? എന്താ? അതാ ബർക്കത്തിന് കുറവാണ്. വിളക്ക് കത്തിക്കണ കാലത്ത് ഊതിക്കെടുത്തുമ്പോ ഉപ്പാരുമാരും പറയും ഊതിക്കെടുത്തരുത്, അങ്ങനെ കെടുത്തിയാൽ മതി എന്ന് പറയും. അങ്ങനെ തുടങ്ങി കുറേ സംഗതികൾ അവർ നമുക്ക് പകർന്ന് പഠിപ്പിച്ചെന്നുണ്ട്. ബറക്കത്തിന് ഒരു ചെറിയ കുറവ് എന്തെങ്കിലും ഉണ്ടായാൽ മതി, ബറക്കത്ത് പറയും. അതേ സമയത്ത് ബറക്കത്തിന്റെ കാരണങ്ങളൊക്കെ ഏറ്റവും വലിയ കാരണം തഖ്വയാണ്. ആ ബറക്കത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും. കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതിരുന്നാലോ ഉള്ളത് പറ്റ കുറയും ചെയ്യും. ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാൻ നമുക്ക് നല്ല സമ്പന്നനായ ഒരു വ്യക്തിയുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം, നമ്മുടെ വിഷയം ഇവിടെ എത്തും. അസ്മാഉൽ ഹുസ്നയെ പറ്റി കുറച്ച് പറയാം. ദിക്റിന് വന്നിരുന്നാണ് നമ്മൾ. അസ്മാഉൽ ഹുസ്ന പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും അസ്മാഉൽ ഹുസ്ന എന്നും ചൊല്ലണം, മണിക്കൂർ കണക്കുന്നതിന് വേണ്ട. അസ്മാഉൽ ഹുസ്നൊക്കെ ഖുർആനിൽ പഠിപ്പിച്ച ദിക്റാണ്. എല്ലാ അസ്മാഉൽ ഹുസ്നയും 99 ഇസ്മുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആനിലെ ആദ്യത്തെ സൂറത്തല്ലേ സൂറത്തുൽ ഫാത്തിഹ, അതിലുണ്ട് അസ്മാഉൽ ഹുസ്നയിൽ 5 എണ്ണം. അൽ ബഖറ സൂറത്തിൽ 33 എണ്ണം ഉണ്ട്. ഇങ്ങനെ തുടങ്ങി താഴോട്ട് ഇങ്ങനെ എണ്ണുമ്പോൾ ഓരോ സൂറത്തിലായിട്ട് അല്ലാഹു തആല അസ്മാഉൽ ഹുസ്നയിലെ വിവിധ ഇസ്മുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ ഓതുന്ന ആൾക്ക് അസ്മാഉൽ ഹുസ്ന ഓരോ ദിവസവും അയാൾ ഓത്തിന് വരും. പക്ഷെ അതങ്ങനെ പോരാ,
അസ്മാ ആയിട്ട് തന്നെ ചൊല്ലിയിട്ടുണ്ട് മഹാന്മാർ. നമ്മളൊക്കെ റാത്തിബ് ചൊല്ലുമ്പോൾ തന്നെ അസ്മാ ആയിട്ട് തന്നെ ആ 99 ഇസ്മുകൾ അതങ്ങനെ പതിവായി ചൊല്ലുന്ന ആൾക്ക് അതൊരു പിടിവള്ളിയാണ്. ഹൃദയത്തിൽ അള്ളാഹു നൽകിയ ഈമാൻ കിട്ടുപോകാതിരിക്കാനുള്ളൊരു പിടിവള്ളി. മരിക്കുന്ന നേരത്ത് നാവക്കൊന്ന് നനഞ്ഞ് ദിക്റ് ചൊല്ലാനുള്ളൊരു ഹിമ്മത്തിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വലിയ സമ്പന്നന്റെ ചരിത്രം, പഴയ കാലത്ത് ജീവിച്ചാണ്. അദ്ദേഹത്തിന് ഒരു സ്വഭാവം, കൃഷി വിളവെടുക്കുന്ന സമയത്ത് കൃഷിയിടത്തിലേക്ക് സാധുക്കൾ ഒരുപാട് വരും. അവർക്കൊക്കെ സഞ്ചിയിൽ അദ്ദേഹം ഇങ്ങനെ ഇട്ടുകൊടുക്കും. ബാക്കിയുള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് പതിവാണ്. അങ്ങനെ വർഷാവർഷം ഈ ഡേറ്റ് എല്ലാവർക്കും മനപ്പാടായി. നമ്മളെ നാട്ടിലിപ്പോ ഓരോ വർഷത്തിൽ 1000 റുപ്യ ഒരാൾ ജൂൺ 1 കൊടുക്കുകയാണെങ്കിൽ ആ ജൂൺ 1 എല്ലാവരും ഓർമ്മിക്കും. അത് തെറ്റൊന്നുമല്ല. കിട്ടേണ്ട ആൾക്കാരും കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാരൊക്കെ വരും. കൊടുക്കാൻ ആൾ റെഡിയാണെങ്കിൽ ആളുകൾ വരും. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. പഴയ കാലത്ത് നമ്മുടെ പാടത്തൊക്കെ ഒരുപാട് നെല്ല് കൊയ്തെടുത്ത് ഇങ്ങനെ കൂട്ടിയിടുന്ന സമയത്ത് പാവങ്ങൾ സഞ്ചിയായിട്ട് വരും. അന്ന് പിന്നെ പറയാനുള്ളത് പറയും മറ്റൊക്കെ. ആ കണക്കിന് അവർക്ക് അങ്ങനെ കുറച്ച് അതിൽ നിന്ന് അങ്ങനെ കോരിക്കൊടുക്കും. ഈ ബാക്കിയുള്ളത് എത്രയെന്ന് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കാനൊക്കെ ഉണ്ടാവും, അത് വേറെ കൊടുക്കും. ഇതിപ്പോ സ്വതക്കായിട്ട് പിന്നെ ബാക്കിയുള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നാൽ തന്നെ അതുണ്ടാകും. കുറേ ആ പത്തായത്തിൽ 2 പത്തായം നിറയെ വെക്കാനുള്ള നെല്ലൊക്കെ ഉണ്ടാകും. കാരണം സക്കാത്ത് കൊടുക്കേണ്ട കുറച്ചല്ലേ ഉള്ളൂ. കിട്ടിയെന്നതിന്റെ പകുതി കൊടുക്കാനും പറഞ്ഞിട്ടില്ല, കാൽഭാഗം കൊടുക്കാനും പറഞ്ഞിട്ടില്ല. 2 രൂപത്തിലായിട്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത്. മഴവെള്ളവും മറ്റു ഇവന്റെ ചെലവൊന്നും കൂടാതെ വെള്ളം കൊണ്ട് നനച്ച് കണക്കെത്തിയതാണെങ്കിൽ അതിൽ 10 കൊടുക്കണം. അതന്നെ കൊടുക്കണമെങ്കിൽ 300 സ്വാ ഉണ്ടാകണം. കൂട്ടി നോക്കിയാൽ കുറച്ച് ലിറ്റർ കണക്കിന് വരും. അതിൽ നിന്ന് 10 കൊടുക്കാൻ പറഞ്ഞത്. ഇത്ര ചെറുതാ. ചെലവോടുകൂടെ നനച്ചതാണെങ്കിൽ 10 വേണ്ട, 20 കുറച്ചുകൂടി കുറഞ്ഞ് ചുരുങ്ങിയ അളവേ നിർബന്ധ ദാനം കൊടുക്കേണ്ടി വരും. നെല്ല്, അതുപോലത്തെ കാരക്ക, അങ്ങനെ തുടങ്ങിയുള്ള വസ്തുക്കൾക്കൊക്കെ. ഈ മനുഷ്യന്റെ സ്വഭാവം എല്ലാ വർഷവും വിളവെടുപ്പ് നടക്കുമ്പോൾ സാധുക്കൾക്ക് ആ ഒരു ഡേറ്റ് കാണാതെ അറിയും. അവര് വരും. അങ്ങനെ ഇദ്ദേഹത്തിന് പിന്നെ മക്കൾ ജനിച്ച് മക്കളൊക്കെ വലുതായി. അവരും ഈ വാപ്പയുടെ കൂടെ കൃഷിസ്ഥലത്തേക്കൊക്കെ വരും. അവർക്കും അറിയും, അവരും കണ്ടിട്ടുണ്ട്, മക്കളും കണ്ടിട്ടുണ്ട്. എന്നാ നമ്മുടെ കൊയ്ത്തെന്നാന്ന് ചോദിക്കും ആളുകൾ. എന്നാണ് കൃഷി വിളവെടുക്കണമെന്നാ? അതെന്ത് പറയാനാ? അതിന്ന ഡേറ്റിന്. ആ ഡേറ്റ് ആകുമ്പോ രാജ്യത്തിന്റെ നാനാഭാഗത്തുനിന്നും ആളുകൾ വന്നു പാത്രങ്ങളുമായിട്ട്. വരുന്നവരെ മടക്കി വിടാതെ അദ്ദേഹം അങ്ങനെ വിളമ്പിക്കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ആ ഉപ്പ നല്ല പിതാവങ്ങ് മരിച്ചപ്പോ പിറ്റത്തെ കൊല്ല വിളവെടുപ്പിന്റെ സമയത്ത് മക്കള് തീരുമാനിക്കുന്നു, ബാപ്പ അന്നങ്ങനെ കൊടുത്തത്. അന്ന് ബാപ്പക്ക് നമ്മൾ മക്കള് 3 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും തന്നെയുണ്ട് 3ഉം 4ഉം. അപ്പൊ സംഖ്യ കൂടുതലുണ്ട് നമുക്ക്. അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് തീരുമാനം. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇത്രയും കാലം ബാപ്പ കൊടുത്തു വന്നതല്ലേ, തീരെ കൊടുക്കാതിരുന്നാൽ നമുക്ക് വല്ല നഷ്ടവും സംഭവിച്ചാലോ? പിന്നെയും അവർ തീരുമാനത്തിലെത്തി. വീട്ടിലേക്കും അതുപോലെ തന്നെ കൊഴിയുന്ന സ്ഥലത്തേക്കും കൃഷി വിളവെടുക്കുന്ന സ്ഥലത്തേക്കും മിസ്കീന്മാര് വരുന്നതിന്റെ മുമ്പ് മുഴുവനും നമ്മൾ അടർത്തി മാറ്റിയിട്ട് ചാക്കുകളിലും മറ്റും നിറച്ച് വീട്ടിലേക്ക് എത്തിക്കണം. അവര് വരുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ആ ലക്ഷ്യത്തോടെ ഇവരെല്ലാവരും കൃഷിയിടത്തിലേക്ക് അങ്ങ് ചെന്നപ്പോൾ അവരുടെ കൃഷിയിടം മുഴുവനും അല്ലാഹു അങ്ങ് കരിച്ചു കളഞ്ഞു. ഒരു ചെറിയ കൃഷിയുടെ ഒരു ചെറിയ ഭാഗം പോലും ബാക്കി വെക്കാതെ മുഴുവനും കരിച്ചു കളഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നമുക്ക് വഴി തെറ്റിയതാണോ, തോട്ടം മാറിപ്പോയതാണോ? മറ്റു ചില ആളുകൾ, അവരെ കൂട്ടത്തിൽപ്പെട്ട സഹോദരങ്ങൾ തന്നെ പറഞ്ഞു, തോട്ടം മാറിയതൊന്നുമല്ല, ബൽ നഹ്നു മഹ്റൂമൂൻ, നമുക്ക് തരാൻ നിശ്ചയിച്ചത് തടയപ്പെട്ടുപോയി. കാരണം നമ്മുടെ ചിന്ത അത്രക്കും മരവിച്ച ചിന്തയായി. ബാപ്പ കൊടുത്തതുപോലെ ഇല്ലെങ്കിൽ പകുതിയെങ്കിലും കൊടുക്കാമെന്ന് ചിന്തിച്ചില്ല. അതിന്റെ ഒരു 10% കൊടുക്കാമെന്ന് ചിന്തിച്ചില്ല. തീരെ കൊടുക്കണ്ടെന്നല്ലേ തീരുമാനിച്ചത്. അല്ലാ യദ്ഖുലന്നഹല്ലു അലൈക്കും മിസ്കീൻ,
ഇന്നൊരു സാധുവും ഇങ്ങോട്ട് വരാൻ പാടില്ല, അതിന്റെ മുമ്പ് പെട്ടെന്ന് മുഴുവനും പറിച്ചെടുത്ത് കൊണ്ടുപോകണം. ഈ ഒരു തീരുമാനമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖിയായ മനുഷ്യൻ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ച മനുഷ്യൻ, ആ മനുഷ്യന്റെ പാരമ്പര്യത്തിൽ നിന്ന് മക്കൾ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇങ്ങനെയല്ല പഠിക്കേണ്ടത്, അവരനുഭവങ്ങളും കാര്യങ്ങളും മാറ്റിയപ്പോ റബ്ബ് തആല കണ്ടില്ലേ, ബറക്കത്ത് മുഴുവനും എടുത്തു കളഞ്ഞു. അപ്പോൾ അവർ തീരുമാനിച്ചു, അസാ റബ്ബുനാ അയ്യുബ്ദിലനാ ഖൈറൻ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. മുഴുവൻ ആളുകളും പശ്ചാത്തപിച്ചു പറഞ്ഞു, റബ്ബ് നമുക്ക് ഇതിനേക്കാൾ നല്ല തോട്ടം തരികയാണെങ്കിൽ ഉപ്പ കൊടുത്തതുപോലെ ഇനിയും നമ്മൾ കൊടുക്കും. ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നു, അല്ലാഹു തആല അവർക്ക് അവരുടെ ഉപ്പയ്ക്ക് നൽകിയ തോട്ടത്തേക്കാൾ വരുമാനമുള്ള മുന്തിരിത്തോട്ടങ്ങൾ നൽകി. അവരാ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് സാധുക്കൾക്ക് ഇഷ്ടം പോലെ സംഭാവനകൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സഹോദരങ്ങളെ, എവിടെയാ ബറക്കത്തിന്റെ കുറവ്? അവരെ തീരുമാനത്തിൽ വന്ന മാറ്റമാണ്. തഖ്വ ചെയ്തിരുന്ന ഉപ്പ, ആ ഉപ്പ കൊണ്ട് നടന്നിരുന്ന കാര്യങ്ങൾ മാറ്റിയപ്പോൾ ജീവിതത്തിന്റെ ബറക്കത്തും പോയി. ചിലരൊക്കെ പറയും, ഉപ്പയുള്ള കാലത്ത് റബീഉൽ അവ്വലിന് ഒരു 10-50 ആളുകളെ വിളിച്ച് മൗലിദ് ചൊല്ലിക്കുന്ന പതിവുണ്ട്. പക്ഷെ ഉപ്പയെ പോലെ നമുക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ അതിന് മുതിരാറില്ല. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഉപ്പ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ ഉപ്പക്ക് അന്നുള്ള സ്വത്തിനേക്കാൾ അള്ളാഹു കൂടുതൽ നിനക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നീ 100 ആളെ വിളിക്കേണ്ടത്. അന്ന് ഉപ്പ ജീവിക്കാത്ത അല്ലെങ്കിൽ കാണാത്ത വിധം സൗകര്യത്തിലാണ് ഇന്ന് നീ ജീവിക്കുന്നത്. നിന്റെ വഫാത്തായി പോയ ഉപ്പ ഇന്ന് നീ വീട്ടിൽ വിരിച്ച ടൈലും ഈ പുതിയ കല്ലുകളൊന്നും അതിലൊന്നും ചവിട്ടിയിട്ടില്ല, വെറും ആ കാവിയിലെ ചവിട്ടി ജീവിച്ചതാണ്. അപ്പൊ അള്ളാഹു നിനക്ക് തന്ന നിഅമത്തിന്റെ കണക്കനുസരിച്ച് നീ ഇഷ്ടം പോലെ കൊടുക്കണം. അവിടെ പിശുക്കിയാൽ ബറക്കത്ത് കുറയും. അത് തഖ്വക്കെതിരാണ്. കൊടുക്കേണ്ടിടത്ത് ചുരുക്കാൻ പാടില്ല. അപ്പൊ അല്ലാഹു തആല ഇഷ്ടം പോലെ തരും. ഇനി ഉള്ളതിൽ ക്ഷമിച്ച് വേറെ മാർഗങ്ങളിലേക്കൊന്നും നീങ്ങാതെ ജീവിച്ചാൽ അല്ലാഹു തആല അവനിൽ അവലംബിച്ച് തഖ്വയോടെ ജീവിച്ചാൽ തരേണ്ടത് അല്ലാഹു തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, സൂക്ഷ്മത ജീവിതമാണ് ഏറ്റവും വലിയ മുഖമുദ്ര. അള്ളാഹു നമുക്ക് തരാൻ നിശ്ചയിച്ചത് എല്ലാവിധ വലുപ്പത്തിലും വികസനത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും അള്ളാഹു തആല തരും. ഏറ്റവും വലിയ സമ്പത്തായ ആത്മീയത നമ്മിലുണ്ടായാൽ, തഖ്വ നമ്മളിലുണ്ടായാൽ, അതേ മഹാന്മാർ തഫ്സീർ എഴുതിയത് കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിചാരിത മാർഗത്തിലൂടെ ഭക്ഷണം കൊടുക്കും എന്നതിന്റെ വിശദീകരണം മഖ്റജൻ മിൻ ശുബ്ഹാത്തിദ് ദുനിയാ. ദുനിയാവിൽ തിരിച്ചറിയാത്ത ഒരുപാട് സമ്പത്തുണ്ട്, അതിൽ നിന്ന് ഇയാൾക്ക് മോചനം അല്ലാഹു കൊടുക്കും. വമിൻ ഗമറാത്തിൽ മൗത്ത്. മരണത്തിന്റെ നൊമ്പര വേദനയിൽ നിന്ന് മോചനം കൊടുക്കും. മുത്തഖിയാണോ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ, മരണത്തിന് വല്ലാത്ത നൊമ്പര വേദനയുണ്ട്, അസഹ്യമായ വേദനകളുണ്ട്. ആ വേദന തരണം ചെയ്യാനുള്ള ഈമാനികമായ കരുത്ത് അല്ലാഹു നൽകും. വമിൻ ശദാഇദി യൗമൽ ഖിയാമാ. ഖിയാമത്ത് നാളിലെ പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു മോചനം നൽകും. ദുനിയാവിൽ അല്ലാഹു തആല കൊടുത്തത് ആഖിറത്തിൽ കൊടുക്കുമെന്നതിന് തെളിവാണ്. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. അല്ലാത്തവരുടേത് ചിന്തിക്കണ്ട കേട്ടോ. ദുനിയാവിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരക്കം പായുകയും അതിനുവേണ്ടി തമ്മിൽ തല്ലുകയും അതിനുവേണ്ടി അനാവശ്യങ്ങൾ പറയുകയും ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥാനമാനം കൈക്കലാക്കിയാൽ അതിനനുസരിച്ച് കുറവ് ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ഉണ്ടാകും. ആഖിറത്തിലുള്ള ദറജകളിൽ വരെ കുറവുണ്ടാകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതമങ്ങ് മുന്നോട്ട് പോകുമ്പോ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ പരിഹരിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നൽകും. ഒരു വലിയ പ്രതിസന്ധിയാണല്ലോ സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി. ജീവിക്കാൻ ആവശ്യമായ സ്വത്ത് തഖ്വയുണ്ടെങ്കിൽ അല്ലാഹു തരും.
മക്കളിലുള്ള സ്വലാഹിയത്ത്, മാതാപിതാക്കൾക്ക് തഖ്വയുണ്ടെങ്കിൽ അല്ലാഹു അത് നൽകും. ഉപ്പമാർക്ക് ഉമ്മമാർക്ക് അവർക്ക് നല്ല തഖ്വ വേണം. വല്യുപ്പമാര് വല്യുമ്മമാര് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ രക്ഷിതാക്കളായി വരുന്നവർ, അവര് മുത്തഖീങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് സ്വലാഹിയത്ത് മക്കളിലും അല്ലാഹു നൽകും. നിങ്ങൾ നോക്കി, ആയത്തിറങ്ങാനുള്ള കാരണം പറഞ്ഞപ്പോൾ ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു, ഒരു സ്വഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ജീവിച്ച സ്വഹാബി. ആ ഔഫ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകനെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി. എന്റെ മകനെ ശത്രുക്കൾ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ആ മകന്റെ ഉമ്മ വല്ലാത്ത ഖേദത്തിലാണ്, സങ്കടപ്പാടിലാണ് വീട്ടിലുള്ളത്. ഞാൻ എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാലിം എന്ന് പേരുള്ളൊരു മകനാണ്, മകനെ ശത്രുക്കൾ കൊണ്ടുപോയി. ഞാനാണെങ്കിലോ ജീവിതത്തിൽ ദരിദ്രനാണ്, എനിക്കാകെ ആശ്രയം എൻ്റെ മകനായിരുന്നു. മകൻ അവർ പിടിച്ചു കൊണ്ടുപോയപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ. കുടുങ്ങി നബിയെ. ആ കുട്ടിയുടെ ഉമ്മ, എൻ്റെ ഭാര്യ കരയുകയാണ്, സങ്കടപ്പെടുകയാണ്. ഞങ്ങൾ എന്തു ചെയ്യണം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിർദ്ദേശിക്കുന്നത്, ഇത്തഖില്ലാഹ വസ്ബിർ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോളൂ, ക്ഷമ പാലിച്ചോളൂ. നിങ്ങളോടും നിങ്ങളുടെ ഭാര്യയോടും അഥവാ ആ കുട്ടിയുടെ ഉമ്മയോടും ഞാൻ കൽപ്പിക്കുന്നു, രണ്ടുപേരും അധികം ചൊല്ലണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അധികം ചൊല്ലിക്കോളൂ, എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലിക്കോളൂ. അപ്പൊ അതിന് സൂക്ഷ്മത പാലിച്ച് ക്ഷമിച്ച് ഈ ദിക്ർ അങ്ങോട്ട് പെരുപ്പിക്കുക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മോചനം അല്ലാഹു തആല തരും. ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് മടങ്ങി ഭാര്യയോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടും നിന്നോടും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്കുള്ള അർപ്പണ ബോധത്തിന്റെ ഒരു ദിക്റാണത്. ഇപ്പോൾ വാങ്ക് കേട്ടപ്പോൾ നമ്മളൊക്കെ ചൊല്ലിയില്ലേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിസ്കരിക്കുമെന്ന് നമുക്കുറപ്പില്ല. നിസ്കരിക്കാൻ കഴിവ് തരേണ്ടത് അള്ളാഹുവാണ്. നിസ്കരിക്കാതെ മറ്റു വിഷയങ്ങളിലേക്ക് പോകാതെ നമ്മെ തടഞ്ഞു നിർത്തേണ്ടതും അള്ളാഹുവാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏതൊരു സന്ദർഭത്തിലും അധികരിപ്പിച്ചു ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ദിക്റാണ്. സ്വർഗത്തിൽ വലിയ മഹത്വം കിട്ടുന്ന ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലുന്ന മനുഷ്യന് ആത്മധൈര്യം ലഭിക്കും. കാരണം സ്വന്തം എനിക്കൊന്നിനും കഴിയില്ല എന്നാണ് അള്ളാഹുവിനോട് പറയുന്നത്. പള്ളി അടുത്തുണ്ട്, ശരിയാണ്, പോകാൻ എനിക്ക് കാലുണ്ട്, ശരിയാണ്, പക്ഷേ അങ്ങോട്ട് പോകുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാൻ അവിടെ എത്തി നിസ്കരിക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ല. കഴിവ് അല്ലാഹു തആല തരണം. എത്ര ആളുകളുണ്ട് നിസ്കരിക്കാൻ പോയ ഇടത്ത് പള്ളിയിലെത്തുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല അവരെ കൊണ്ടുപോയി. നിസ്കാരം തുടങ്ങിയ ഇടത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ വിടവാങ്ങിയവരില്ലേ? അതുകൊണ്ട് റബ്ബേ ലാ ഹൗല, ഞാനിപ്പോൾ കേട്ട വാങ്ക്, ആ വാങ്കിന് ഉത്തരം പറഞ്ഞത് എല്ലാം യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മാർഗവും സത്യമാണ്. ഇതിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് തെറ്റിപ്പോകൂല. വലാ ഖുവത, സത്യം ചെയ്യാൻ നന്മ ചെയ്യാൻ കഴിവും ഇല്ല, ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നല്ല മാർഗത്തിലേക്ക് എന്നെ തെറ്റിച്ച് തിരുത്തി കൊണ്ടുവരേണ്ടതും നല്ലത് ചെയ്യാൻ എനിക്ക് ആവത് തരേണ്ടതും നീയാണ്. ആ ദിക്ർ ചൊല്ലുന്ന മനുഷ്യന് വലിയ മഹത്വമുണ്ട്. അത് അധികരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ഒന്നുമില്ലെങ്കിലും വാങ്ക് വിളി കേൾക്കുമ്പോഴേക്ക് ആ ദിക്ർ ചൊല്ലാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ഹയ്യാല സ്വലാ, ഹയ്യാലൽ ഫലാഹ്, രണ്ട് വിളികൾക്കും നമ്മൾ ചൊല്ലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കൂടെ ഒരു ദിക്റും കൂടി ചൊല്ലൽ സുന്നത്തുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ ജഅൽനി മിനൽ മുഫ്ലിഹീൻ, ചെറിയ ദിക്റാ. അല്ലാഹുമ്മ ജഅൽനി മിനൽ മുഫ്ലിഹീൻ, അല്ലാഹുവേ വിജയികളിൽ എന്നെ നീ പെടുത്തണേ, ജയിച്ചവരിൽ എന്നെ നീ പെടുത്തണേ അല്ലാഹ്.
നിസ്കാരത്തിലേക്കാണ് വിളിക്കുന്നത്. നിസ്കാരം കൊണ്ട് എനിക്ക് വിജയം വേണം, വിജയത്തിലേക്കാണ് എന്നെ വിളിക്കുന്നത്. ആ വിജയത്തിന്റെ മാർഗത്തിൽ ചേർന്ന് എനിക്ക് വിജയിക്കണം. ഈ ദിക്ർ ചൊല്ലാനാണ് ആ രക്ഷിതാക്കളോട് അല്ലാഹുവിന്റെ കൽപ്പന. മകൻ പോയ വിഷമത്തിൽ കരയുന്ന ഉമ്മമാർ അവർ ദിക്ർ ചൊല്ലിയിട്ട് സമാധാനിക്കണം. പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പ്രാർത്ഥിക്കണം. അതിന് ഇടങ്ങേറൊന്നും സ്വീകരിക്കാൻ പാടില്ല. തരുന്നവൻ അല്ലാഹുവാണ്. ചെയ്യാൻ പറഞ്ഞ് നമ്മൾ നല്ല ദൃഢനിശ്ചയത്തോടെ ചെയ്യണം. സങ്കടം ഉണ്ടാകരുത്. ഒരു കുട്ടി മരണപ്പെട്ടു, ഇനി എനിക്കങ്ങനെ കുട്ടീനെ അല്ലാഹു തആല തരും. തരുന്നവൻ അല്ലാഹുവാണ്. റബ്ബ് തആല തരാൻ തീരുമാനിച്ചാൽ ഒന്നും തടസ്സമില്ല. ഒരുപക്ഷെ നിങ്ങൾക്കിനി കുട്ടികൾ ഉണ്ടാകില്ലെന്ന് നിശ്ചയം പറഞ്ഞതും തിരുത്താൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. എത്ര ആളുകളുടേത് തിരുത്തി കൊടുത്തിട്ടുണ്ട്. നിർദ്ദേശിച്ചത് ചൊല്ലണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചൊല്ലിയതുപോലെ. ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭർത്താവാണ്. ആ മഹാന് വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് ഭാര്യയെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു, ഞാൻ അങ്ങ് മരണപ്പെട്ടാൽ നീ സങ്കടപ്പെടരുത്, നീ അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ഖുലുഫ്നീ ഖൈറം മിൻഹു. ഭർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവേ എന്റെ ഈ ഭർത്താവിനേക്കാൾ നല്ല ആളെ എനിക്ക് നീ പകരം തരണേ എന്ന് നീ അല്ലാഹുവോട് അങ്ങ് ചോദിക്കണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചിന്തിക്കാണ്, പടച്ചോനെ അബൂ സലമ റളിയല്ലാഹു അൻഹയേക്കാൾ നല്ലൊരു ഭർത്താവായിട്ട് എനിക്ക് ഇനി ആരെയാണ് ഈ പ്രായാധിക്യത്തിൽ അല്ലാഹു തആല തരിക? വയസ്സായി, പ്രായമായി, നല്ല കാലങ്ങളൊക്കെ അബൂ സലമ റളിയല്ലാഹു അൻഹയുടെ കൂടെ കഴിഞ്ഞു, മക്കളും ഉണ്ടായിട്ടുണ്ട്. ആ മഹാന് വഫാത്താകുമ്പോ, ആ സ്വഹാബി വഫാത്താകുമ്പോ ചെറിയ കുട്ടികളുണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക്. പക്ഷെ ഭർത്താവ് ദ്വാരക്കാൻ പറഞ്ഞ ദ്വയാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദ്വയാണല്ലോ. ദ്വാരക്കാതിരിക്കാൻ പറ്റൂലല്ലോ. നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കിട്ടൂലെന്ന് കണ്ടാ ദ്വാരക്കാതിരിക്കലല്ല. തരുന്നവൻ അല്ലാഹു അല്ലേ. ആ മഹദി ദ്വാരുന്നു, അല്ലാഹുമ്മ ഖുലുഫ്നി ഖൈറം മിൻഹു. അബൂ സലമ റളിയല്ലാഹു അൻഹയേക്കാൾ നല്ലൊരു ഭർത്താവിനെ എനിക്ക് പകരം തരണേ അല്ലാഹ്. നല്ല ഭർത്താവിന് അല്ലാഹു പകരം കൊടുത്തു. ആരാണ് അല്ലാഹു പകരം കൊടുത്ത ഭർത്താവ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്, അന്വേഷിച്ച് വരുന്നത്. അപ്പോഴാണ് മഹദിക്ക് മനസ്സിലായത്, ശരിയാണ്, എന്റെ ഭർത്താവിനെക്കാളും ഖൈറല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സംശയമില്ലല്ലോ. എല്ലാ അർത്ഥത്തിലും എ ഗ്രേഡ് അല്ലേ എന്റെ ഭർത്താവിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അല്ലാഹു ആ ചോദ്യത്തിന് ഉത്തരം നൽകി. നിങ്ങളെ കുട്ടി മരണപ്പെട്ടതിൽ എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടാവും, അല്ലാഹുവോട് ഖൈർ ചോദിച്ചോളൂ. അപ്പൊ ഒരാൾ പറഞ്ഞു, കുട്ടി മരിച്ചിട്ട് ഞാൻ ഇത്രയും വലിയ സങ്കടത്തിലാണ്, പിന്നെ ഇയാൾ പറയാ ഖൈർ ഉണ്ടാകും. എന്ത് ഖൈറാ പിന്നെ എനിക്കുള്ളത്? ഖൈർ കണക്കാക്കുന്നവൻ അല്ലാഹു തആലയാണ്. എന്താണ് അല്ലാഹു നിശ്ചയിച്ച ഖൈർ? ഒരു പക്ഷേ നിങ്ങളുടെ ഈ കുട്ടിയുടെ ഭാവിയെ പോലെയാകൂല ഇനി വരുന്ന കുട്ടി. എല്ലാ നിലക്കും നിങ്ങൾക്ക് പ്രതീക്ഷയും നിങ്ങൾക്ക് സന്തോഷവും നിങ്ങൾക്ക് ഒരുപാട് ഖൈറുകളും നൽകുന്ന ഒരു കുട്ടിയെ അല്ലാഹു പകരം തരും. ചോദിച്ചാ മതി. ദിക്ർ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്തിനാ ദിക്ർ? ആളെ കാണാത്തീന്. മകനെ പിടിച്ചു കൊണ്ടുപോയതിന് ചൊല്ലാൻ പറഞ്ഞ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് അധികം ചൊല്ലാൻ. കണക്കൊന്നും പറഞ്ഞില്ല, എത്ര അധികം അത്രയും ചൊല്ലാം. ആ ദിക്റുമായിട്ട് ഭർത്താവ് വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാ ചൊല്ലാന്ന്. ഔഫ് റളിയല്ലാഹു അൻഹും ഭാര്യയും ഇരുന്നങ്ങനെ ദിക്ർ ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ദിക്ർ ചൊല്ലി 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 അവര് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. ക്ഷീണം വന്ന് രാത്രിയല്ലേ, അവരങ്ങുറങ്ങി. അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ശത്രുവായ മനുഷ്യൻ സാലിം എന്ന് പറയുന്ന ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ ശ്രദ്ധിക്കാതെ മറ്റു വശത്തേക്ക് പോയപ്പോ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ നല്ല അവസ്ഥ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. നേരം വെളുക്കുന്നതിന്റെ മുമ്പ് വീട്ടിൽ വന്ന് വാതിൽ മുട്ടുകയാണ്. വാതിൽ മുട്ടിയപ്പോൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇതാ മകൻ വന്നിരിക്കുന്നു. മകൻ ഒറ്റക്കല്ല വന്നത്, മകന്റെ കൂടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 4000 ആടുകളുണ്ട്, ഒരു റിപ്പോർട്ട് അനുസരിച്ച് 50 ഒട്ടകങ്ങളുണ്ട്. ഏതായിരുന്നാലും
ധാരാളം കിട്ടിയിട്ടുണ്ട് സമ്പത്ത്. ശത്രുക്കളെ സമ്പത്തും കൂടെ ഇങ്ങോട്ട് പോന്നതാണ്. അദ്ദേഹത്തെ കെട്ടിയിട്ട ഭാഗത്തേക്ക് ആരും ശ്രദ്ധിക്കാതെയായപ്പോൾ പുറത്തു വരാൻ അള്ളാഹു വഴി കൊടുത്തു. അപ്പോൾ വീട്ടിൽ ഉമ്മയും ബാപ്പയും ചൊല്ലുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിവ് കൊടുക്കുന്നതും അള്ളാഹുവാണ്. അള്ളാഹു കഴിവ് കൊടുത്താൽ പിന്നെ ആർക്കും തടയാൻ പറ്റൂലല്ലോ. മകനോട് ചോദിച്ചു, എവിടുന്നാണ് മോനെ മൃഗങ്ങളൊക്കെ? മകൻ പറഞ്ഞു, ഞാൻ വന്നപ്പോൾ എന്റെ വഴിയിൽ ആ ശത്രുക്കളുടെ മൃഗങ്ങളായിട്ടാണ് ഇതുണ്ടായിരുന്നത്. ഞാൻ അതിനങ്ങ് തെളിച്ചപ്പോ അത് കൂടങ്ങ് പോന്നതാണ്. പടച്ചോനെ, ആ മൃഗങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കണം. സ്വഹാബത്തിന്റെ ആത്മധൈര്യം, അവരുടെ ഈമാനിന്റെ സൗന്ദര്യം. പോയിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ മകൻ ഇതാ ഒരുപാട് സമ്പൽ സമൃദ്ധിയുമായിട്ടാണ് വന്നത്. അതേ, അയഹില്ലുലി അൻ ആകുല മിമ്മാ അതാ ബിഹി ഇബ്നി. എന്റെ മകൻ കൊണ്ടുവന്ന ഈ സമ്പത്ത് എനിക്ക് ഹലാലാകുമോ? ഇതെനിക്ക് എടുക്കാൻ പറ്റുമോ? തങ്ങൾ പറഞ്ഞു, നഅം, അതേ, എടുക്കാം. അപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു സമ്പത്ത് കൊടുത്തത് കണ്ടില്ലേ? എത്ര വലിയ പരിഹാരമാണ് അല്ലാഹു കൊടുത്തത്. എന്താണ് അതിന്റെ പ്രചോദനം? അതിന്റെ കാരണം തഖ്വയായിരുന്നു, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലായിരുന്നു. അതേ, ആ ക്ഷമയും ആ ഒരു ജീവിതവും ഉണ്ടെങ്കിൽ എത്ര വലിയ ഇടങ്ങേറാണെങ്കിലും അതിൽ നിന്ന് മോചനം കൊടുക്കും. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അല്ലാഹു അതിൽ നിന്ന് രക്ഷ കൊടുക്കും. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് തഖ്വയേറ്റി തരട്ടെ. ഔഫ് ബിൻ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമായി. സ്വഹാബത്തിന് മുഴുവനും സന്തോഷമാണ്. തഖ്വയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല കൊടുത്ത മഹത്വമാണ്. ജീവിതത്തിന് വലിയ സമ്പൽ സമൃദ്ധിയല്ലേ അല്ലാഹു തആല കൊടുത്തത്. മകനിലൂടെ അല്ലാഹു തആല വലിയ കഴിവ് കൊടുത്തു. നല്ല ആത്മബോധത്തോടെ ഇഷ്ടംപോലെ ദിക്റങ്ങ് ചൊല്ലിയപ്പോ മകനെ വിട്ടുകിട്ടാൻ സാധ്യതയുള്ള കണക്കൊന്നുമില്ല, അതിലപ്പുറം ചൊല്ലിയിട്ടില്ല. അപ്പൊ അല്ലാഹു തആല തീരുമാനിച്ചു, മകനെ മാത്രം കൊടുത്താൽ പോരാ, ജീവിക്കാനുള്ള സ്വത്തും കൊടുക്കണം. അങ്ങനെ ഇഷ്ടം പോലെ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ അവരുടെ ജീവിതത്തിന് വലിയ സന്തോഷം ഉണ്ടായി. അല്ലാഹു മുത്തഖീങ്ങളിൽ നമ്മളെ ചേർത്തി തരട്ടെ. ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ പുറത്തു വന്ന് ആളുകളുടെ കണ്ണും കൽബും കവർന്നിരിക്കുന്ന നേരമാണ്. പലരും സങ്കടപ്പാടിലാണ്, അനുസരണക്കേടുകൾ വെളിവാകുന്നു എന്നുള്ള പരാതിയിലാണ്. നിയന്ത്രിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുന്ന രംഗത്ത് നിയന്ത്രിക്കണം. ഞാൻ എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ശബ്ദം ശ്രവിക്കുന്ന സർവരോടും പറയട്ടെ, നിയന്ത്രിക്കാൻ അല്ലാഹു തആല തന്ന കഴിവ് വെറുതെ വിട്ടുകളയരുത്. തഖ്വയുടെ വലിയ അടയാളമാണ് നിയന്ത്രണം. തെറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിയിലുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് നിയന്ത്രിക്കാനുള്ള കഴിവും അല്ലാഹു തന്നിട്ടുണ്ട്. ആ നിയന്ത്രിക്കാനുള്ള കഴിവ് പുറത്തെടുത്ത് നിയന്ത്രണ ശക്തി നമ്മൾ വെളിവാക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്പക്കാരികളോട് പറയട്ടെ, തഖ്വയുള്ളവരാണോ, മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ പെടാൻ ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങളൊരു പുതിയ വിവാഹം ആരംഭിക്കുന്ന സമയത്ത് വധുവരനാണെങ്കിലും വധുവിന് കൊടുക്കുകയാണെങ്കിലും ഗിഫ്റ്റായി കൊടുക്കുന്നത് നല്ലതാകണം. കേടുവരുത്താനുള്ളൊരു സംഗതി കൊടുക്കരുത്. അന്യോന്യം നിക്കാഹ് കഴിഞ്ഞതാണ്, വിളിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളാണെങ്കിൽ അത് കൊടുത്താൽ മതി. അതേ സമയത്ത് വിളിക്കപ്പുറത്തും കാണാനും ചാറ്റിങ്ങിനും സൗകര്യങ്ങൾ കൊടുക്കുമ്പോ ആ പെണ്ണിന്റെ നല്ല ജീവിതത്തിലേക്ക് അറിയാതെ മറ്റൊരാൾ കയറി വരികയും നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നത് നിങ്ങളുടെ ശ്രദ്ധയുടെ നിയന്ത്രണത്തിന്റെ കുറവ് കൊണ്ട് മറ്റൊരു വഴിയിലേക്ക്, അനാവശ്യ വഴിയിലേക്ക് വഴിതിരിയാനും ചാൻസ് വരും. മാത്രമല്ല, അതിന് അഡിക്റ്റായി പോയാലോ അനുസരണം തീരെ ലഭിക്കില്ല.
പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കാതിൽ കേൾക്കുന്നു എന്നല്ലാതെ സ്വീകരിക്കാൻ കഴിയൂല, മനസ്സ് വരില്ല, നന്മയോടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു പോകും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പോക്കാണ്. അഭിപ്രായം പറയുന്ന കാരണവന്മാര് ഉമ്മാമ്മമാരോട് പറയട്ടെ, വിളിക്കാൻ സൗകര്യമുള്ളത് കൊടുത്താൽ മതി എന്ന് മകനോട് പറയണം. കാണാനോ നിനക്ക് ഹലാലല്ലേ, വണ്ടിയെടുത്ത് പോയി കണ്ടോളൂ, കുഴപ്പമില്ല, സംസാരിച്ച് വന്നോളൂ, ഉപകരണങ്ങളിലൂടെ തന്നെ കാണണമെന്നൊരു ഷർത്തില്ലല്ലോ. കാണാത്ത നേരത്ത് ആ ഉപകരണത്തിന്റെ ഉള്ളിൽ ഒരുപാട് ക്രിയകളുണ്ട്. അതിലൂടെ അങ്ങ് നീങ്ങിപ്പോകുമ്പോ അതാ വേറൊരാളതിൽ കടന്നു വരുന്നു. അയാൾക്ക് എങ്ങനെയോ ഈ നമ്പർ വന്ന് വീണുപോയി. പിന്നെ സ്വന്തം ഹലാലായി കിട്ടിയ ആളെക്കാളും താല്പര്യം തോന്നുന്നത് ഇടയിൽ കടന്നു വന്ന ആളോടാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ആവർത്തിക്കുന്ന സംഭവങ്ങൾ എത്രയെന്നറിയ സഹോദരങ്ങളെ, എത്രയാന്നറിയാം? ഒന്നും രണ്ടല്ല, ദൈനംദിന ജീവിതത്തിൽ ഒരു ഗിഫ്റ്റ് നിക്കാഹ് ചെയ്ത് ഹലാലക്കായി ഒരു പെട്ടി കൊണ്ടേ കൊടുത്തു, കുഴപ്പമൊന്നുമില്ല, അതിൽ നല്ല പലഹാരങ്ങളുണ്ട്, വസ്ത്രമുണ്ട്. കൂട്ടത്തിൽ ഒരു 10,000, 15,000, 20,000 രൂപയുടെ ഒരു ഫോണും. എന്താ പേര്? വിളിക്കാനാണ്. എന്നാ വിളിക്കാനുള്ളത് കൊടുത്താൽ മതി, പിന്നെ ഇങ്ങോട്ട് ഒരാളാളല്ലേ, നല്ല പൊരുത്തത്തോട് സംസാരിക്കാൻ. ആ ഒരു കാലാവധി 2 മാസത്തെ കാലാവധിക്കുള്ളിൽ എത്ര സഹോദരിമാരാന്നറിയോ, എത്ര സഹോദരങ്ങളാന്നറിയോ കഷ്ടപ്പാടിന്റെ പിറകിൽ പോകേണ്ടി വന്നത്. നമ്മളെ കുറ്റപ്പെടുത്തണം, വാങ്ങി ഉപയോഗിച്ച അവരെ കുറ്റപ്പെടുത്തരുത്. നമ്മൾ നിയന്ത്രണം കുറഞ്ഞവരായത് കൊണ്ടാണ് അവരത് വാങ്ങിയത്. നല്ല സൗകര്യമാണ് വിളിക്കാനുള്ളതിന് വളരെ വില കുറവാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് വാത് കേൾപ്പിക്കണോ? മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, കേൾപ്പിക്കാലോ. കൈ വിട്ടു കൊടുത്തപ്പോൾ അവര് നല്ല ശ്രദ്ധയിലായിരുന്നു, പക്ഷേ അശ്രദ്ധയിൽ ആരോ ഒന്ന് അതിൽ കയറി. അങ്ങനെ കയറിയപ്പോൾ പിന്നെ പിശാച് അവിടെ സ്വാധീനം ചെലുത്തി വലയിൽ വീഴ്ത്തി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള കുറുക്കു വഴികളിലൂടെ ചെന്ന് വീഴരുത്. ജീവിതത്തിൽ നമ്മൾ നല്ല സൂക്ഷ്മത പുലർത്തണം. റബ്ബ് തആല പറഞ്ഞ കാര്യങ്ങളിൽ നല്ലോണം സൂക്ഷ്മത വേണം. എന്നാൽ നമുക്ക് വലിയ പരിഹാരം ലഭിക്കും. ദിക്റുകൾ ചൊല്ലുന്നത് മുഅ്മിനീങ്ങൾ പതിവാക്കണം. അസ്മാഉൽ ഹുസ്നയുടെ സദസ്സായത് കൊണ്ട് ഞാൻ പറയട്ടെ, വലിയ പുണ്യമുള്ള, അള്ളാഹുവിനെ വിളിച്ചാൽ പെട്ടെന്ന് ഉത്തരം നൽകപ്പെടുന്ന ദിക്റുകളാണ് അസ്മാഉൽ ഹുസ്ന. ആ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദ്വാരക്കാൻ ഖുർആനിൽ ഒരു വട്ടമല്ല, ഒന്നിലധികം പ്രാവശ്യം അള്ളാഹു നിർദ്ദേശിച്ചു. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്, ഏറ്റവും വലിയ മഹത്വമുള്ള നാമങ്ങളുണ്ട്, ഇസ്മുകളുണ്ട്. അത് വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക. പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ അതിന്റെ വിളിക്കുക, അല്ല അറിവ് ലഭിക്കാനാണോ അതിന്റെ വിളിക്കുക. ഓരോന്നിനും ഓരോ വിളിയുണ്ട്. ഒരാൾക്ക് കൂടുതൽ അറിവ് ലഭിക്കണം, അള്ളാഹുവിനെ വിളിക്കുന്നു യാ അലീം. കൂടുതൽ ശക്തി ലഭിക്കാനാണ് യാ ഖവിയ്യു, അള്ളാഹുവിനെ വിളിക്കുന്നു. കൂടുതൽ എളുപ്പം കിട്ടാനാണ് യാ ലത്തീഫ്. ഓരോ സന്ദർഭത്തിനും അനുസരിച്ചുള്ള ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ അങ്ങനെ വിളിക്കണം, മൊത്തമായും വിളിക്കണം. മഹാന്മാരങ്ങനെ വിളിച്ചു, അവർക്കതുകൊണ്ട് വലിയ നേട്ടം കിട്ടി. ആ വിളിച്ച കൂട്ടത്തിൽ സാധാരണക്കാരുണ്ട്. അതേ സഹോദരങ്ങളെ, ആ സാധാരണക്കാര് അസ്മാഉൽ ഹുസ്ന പതിവാക്കിയത് കൊണ്ട് വലിയ നേട്ടങ്ങൾ അവർ കൊയ്തെടുത്തു. അള്ളാഹുവിന്റെ ഇസ്മുകളല്ലേ വിളിക്കുന്നത്, എത്ര വലിയ നേട്ടമാണ്. പഴയ കാലത്തെ ആളുകൾ ദിക്റിൽ മുഴുകുന്ന ആളുകളായതുകൊണ്ട് അവരങ്ങനെ രോഗം വന്നാലും ക്ഷീണം വന്നാലും അല്ലാഹ് 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 എന്നങ്ങനെ പറയും. വല്യപ്പമാര് വല്യമ്മമാര് രോഗം വന്നൊരു ഭാഗത്തുനിന്ന് വേറെ ഭാഗത്തേക്ക് മാറിക്കിടക്കുമ്പോ നാവിലൂടെ അല്ലാഹ് 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 ദിക്ർ അങ്ങനെ വരുന്നു. കൂടുതൽ ഓതാനും മറ്റൊന്നും അവർക്ക് കാഴ്ചയില്ല, ശക്തിയില്ല, കഴിവില്ല. എന്നാലും നാവിൻ തുമ്പിലൂടെ ദിക്ർ അങ്ങനെ ചൊല്ലുന്നു. ആ ദിക്റിന്റെ മഹത്വം മനസ്സിലാകുന്നൊരു ലോകമുണ്ട്. ഇവിടേക്കാൾ കൂടുതൽ പരലോകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്ർ അങ്ങനെ പതിവാക്കി കൊണ്ട് നടക്കുന്ന മനുഷ്യൻ പരലോകത്ത് വന്നപ്പോൾ
ആ മനുഷ്യന്റെ കിതാബ് മുഴുവനും അല്ലാഹു തആല പരിശോധിക്കാൻ മലക്കുകളെ ഏൽപ്പിച്ചു. മലക്കുകൾ ഓരോ പേജും അങ്ങനെ മറിച്ച് പരിശോധിച്ചപ്പോ സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം വലിയ മഹത്വങ്ങളൊന്നും കാണുന്നില്ല. നരകത്തിലേക്ക് പോകാനാണെങ്കിലോ ഒരുപാട് വൈകല്യങ്ങളുണ്ട്. യുവത്വകാലത്ത് ചെയ്തു കൂട്ടിയ വൈകല്യങ്ങളുണ്ട്. യുവത്വം കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു 40 കഴിഞ്ഞില്ലേ, ഇനി നിനക്കൊന്ന് നന്നായിക്കൂടെ, ഇനിയും എത്ര സമയമുണ്ട്? നിനക്ക് മക്കളായില്ലേ, നന്നായിക്കൂടെ, ഇനി എത്ര സമയമുണ്ട്? അല്ല, നീ ഇപ്പോൾ ഉപ്പാപ്പയായില്ലേ, പേരക്കുട്ടി നിനക്കുണ്ടായില്ലേ, നന്നായിക്കൂടെ, സമയം ഇനി എത്രയുണ്ട്? അങ്ങനെ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് നീങ്ങിയെങ്കിലും ദിക്റിൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് ചെറിയ ഒരു സലാമത്ത്, വലിയൊരു മോചനം അവിടെ ലഭിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മലക്കുകൾ അദ്ദേഹത്തെ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ സ്വർഗത്തിലേക്കുള്ള നന്മകളൊന്നും കാണാതെ നരകത്തിലേക്ക് പോകാൻ പുറപ്പെടുമ്പോ റബ്ബ് തആല പറയുന്നു, മലക്കുകളോട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്ലാഹു തആല ആ അടിമയിൽ നിന്ന് സൂക്ഷിച്ചു വെച്ച സുന്ദരമായ ഒരു അമലിന്റെ ചെറിയൊരു രേഖ മീസാനിലേക്ക് അങ്ങിടുമ്പോൾ അത് കനം തൂകുന്നു. അപ്പൊ ആ മനുഷ്യൻ പ്രസന്നവദനായിക്കൊണ്ട് സന്തോഷത്തോടെ ചോദിക്കുന്നു, ഇതെന്താണ് ഇതിലേക്ക് ഇട്ടത്, കനം തൂങ്ങിയത് എന്താണ്? അള്ളാഹു പറയുന്നു, നീ അത് മറന്നു കാണും, പക്ഷേ ഞാൻ മറന്നിട്ടില്ല. എനിക്കങ്ങനെ മറക്കുന്നൊരു സ്വഭാവമില്ലല്ലോ. പ്രായാധിക്യത്തില് വിഷമം സഹിച്ച് രോഗത്തിലായി നീ വീട്ടിലും ആശുപത്രിയിലും ഒക്കെ കഴിയുമ്പോ ഇനി നീ രോഗത്തിൽ നിന്ന് മോചനമില്ലെന്ന് നിന്റെ മനസ്സിൽ വന്നപ്പോ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീ എങ്ങനെ മാറിക്കിടക്കുമ്പോ നിന്റെ നാവിൻ തുമ്പിലൂടെ വന്നിരുന്നു അല്ലാ അല്ലാ. ഞാനതങ്ങ് കണക്കാക്കി വെച്ചു, അതങ്ങ് എടുത്തു വെച്ചു. ആ പരിശുദ്ധമായ ദിക്ർ ഇവിടെയാ ഞാൻ നിനക്ക് മുതലാക്കി തന്നത്. ദുനിയാവിൽ ഞാൻ നിനക്കതിന്റെ മഹത്വം തന്നിട്ടില്ല. നീ അതങ്ങനെ ചൊല്ലി കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ നീ അങ്ങ് മരണപ്പെട്ടു പോയി. പക്ഷേ കാര്യമായ അമലുകളൊന്നും ഇല്ലാത്ത നീ, ബാധ്യതകളൊന്നും മറ്റുള്ളവർക്കൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് നിനക്ക് സ്വന്തമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന മഹത്വങ്ങളൊന്നും ഇല്ല. ഈമാന് നിനക്കുണ്ട്. ഇപ്പോൾ നിനക്കൊരു മഹത്വമുള്ളത് എന്റെ ദിക്റാണ്. അന്ന് നീ ആ ചൊല്ലിയ ദിക്റ് ഞാൻ അതങ്ങ് സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചപ്പോൾ ഇന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റി. പ്രായമുള്ള ഉമ്മമാര് ഉപ്പമാര് കണ്ടിട്ടില്ലേ, വിഷമം വരുന്ന സമയത്ത് അല്ലാഹ് ദിക്റ് ചൊല്ലുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. മുഅ്മിനീങ്ങളെ, ദിക്ർ നമ്മുടെ നാവിൽ പച്ചയായി പിടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദിക്റിൽ വലിയ മഹത്വമുള്ള ദിക്റാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ. എത്ര തിരക്കുണ്ടെങ്കിലും നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ ഉപേക്ഷിക്കരുത്. നബി തങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ കൊണ്ട് നടന്നിരുന്ന സ്വഹാബി വര്യൻ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മുആദേ ഇന്നി ഉഹിബ്ബുക, നിങ്ങളെ ഞാൻ ഇഷ്ടം വെക്കുന്നു മുആദേ. ആ ഇഷ്ടം കാണിച്ചുകൊണ്ട് തങ്ങൾ പറയുന്നു, പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്നു, ഫലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ, അതുകൊണ്ട് ഒറ്റ നിസ്കാരത്തിന്റെ പിറകിലും ഒഴിവാക്കരുത് മുആദേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന ദിക്ർ ഒഴിവാക്കരുത് മുആദേ. മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന സമ്മാനം ദിക്റാണ്. മഹാനവറുകൾ അത് പതിവാക്കി നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലൽ നമുക്ക് സുന്നത്താക്കി. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ അറിയാത്തവര് പഠിക്കണം, ശരിക്ക് ചൊല്ലി പഠിക്കണം. ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെറിയ ഏട് കൊണ്ട് നടന്നാൽ പിന്നത് നമുക്കങ്ങ് കാണാതെ പഠിക്കാൻ പറ്റും. വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. അള്ളാഹുവിനോടല്ലേ നിസ്കാരത്തിന്റെ ശേഷം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. ഏറ്റവും വലിയ മഹത്വമുള്ള അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്.
അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ദിക്റുകൾ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു ലഹുൻ നിഅമതു വലഹുൽ ഫദ്ലു വലഹുസ് സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ. അങ്ങനെ ചൊല്ലലും കൂടി സുന്നത്തുണ്ട്. സാധാരണ ദിക്റിന്റെ ഏടിലോ മറ്റോ കണ്ടിട്ടില്ലെങ്കിലും കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ദിക്റാണത്. മഹാനവർകൾ അവിടുത്തെ ഇർഷാദിൽ കൊണ്ടുവന്ന് നമ്മെ പഠിപ്പിച്ച ദിക്റാണ്. ഈ ദിക്റുകൾ മുഴുവനായും ചൊല്ലിയിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോകാറുള്ളത്. എത്ര തിരക്കുണ്ടെങ്കിലും തങ്ങൾ ആ ദിക്റ് ഉപേക്ഷിക്കാറില്ല. പള്ളിയിൽ നിന്ന് ചില സുപ്രധാന സംഗതികൾക്ക് വേണ്ടി എഴുന്നേറ്റ് പോയിട്ടുണ്ട്. തിരിച്ചു വന്ന അതേ സ്ഥലത്തിരുന്ന് വീണ്ടും ദിക്റ് ചൊല്ലിയിട്ടുണ്ട്. ആ ദിക്റിന്റെ മഹത്വം പഠിപ്പിക്കാനാണ്. പോകുന്ന പോക്കിലങ്ങ് ചൊല്ലിക്കോളൂ, എന്നാലും മഹത്വമുണ്ട്. ഇരിക്കാൻ കഴിവില്ലാത്തവർ ദിക്റ് വിടരുത്. ഇരുന്ന് ചൊല്ലിയാൽ വളരെ ഉത്തമമായി. ഇരുന്നിട്ട് ചൊല്ലാൻ അയാൾക്ക് നേരമില്ല, പെട്ടെന്ന് പോകണം. പോകുന്ന പോക്കിൽ ദിക്റ് അങ്ങനെ ചൊല്ലട്ടെ, അത് മുടക്കരുത്. 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷവുമുള്ള ദിക്റ് സ്വർഗത്തിൽ കടക്കാൻ പാവപ്പെട്ട സ്വഹാബിമാർക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. നമ്മുടെ കയ്യിലെന്തുണ്ട്? ആ പാവങ്ങളായ സ്വഹാബിമാര് സ്വർഗത്തിൽ കടക്കാനുള്ള മാർഗം ചോദിച്ചു വരാൻ കാരണം സമ്പന്നരായ സ്വഹാബിമാരുണ്ട്. സമ്പത്ത് കൊടുത്തത് തന്നെ മതി സ്വർഗത്തിലെത്താൻ. ഷഹീദായ സ്വഹാബിമാരുണ്ട്, അവർക്ക് ഷഹാദത്ത് തന്നെ മതി സ്വർഗത്തിലെത്താൻ. ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച സ്വഹാബിമാരുണ്ട്, പ്രവർത്തനം തന്നെ മതി സ്വർഗത്തിലെത്താൻ. ഇവരാണെങ്കിലോ സാമ്പത്തിക കഴിവില്ല, ഷഹാദത്തിന്റെ മധുരവും ഇല്ല, പാവങ്ങളിൽ പാവങ്ങളാണ്. അവർക്കും വേണ്ടേ സ്വർഗത്തിലെത്താൻ ഒരു പഴുത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദിക്റ് വിട്ടേക്കരുത്. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, പല സദസ്സിലും ഞാൻ പറയാറുണ്ട്, അതുകൊണ്ട് ഇവിടെയും പറയട്ടെ. ചൊല്ലുന്ന ദിക്റ് കുറച്ചാണ് നിസ്കാരത്തിന്റെ ശേഷം. അതിലും നമ്മൾ തിരക്കൂട്ടിയിട്ട് ദിക്റല്ലാതായി മാറുന്നു. സുബ്ഹാനല്ലാഹ് ഇമാം ഉണർത്തി അല്ലെങ്കിൽ നമ്മൾ ചൊല്ലത് ചൊല്ലണം. ചില ആളുകളൊക്കെ 2 or 3 സുബ്ഹാനല്ലാഹ് ഉണ്ടാകും, പിന്നെ കൈവിരൽ അങ്ങനെ മറിയുന്നുണ്ടാകും, ചൊല്ലുന്നില്ല. ചൊല്ലണം, കൈവിരലിന്റെ കണക്കല്ല മലക്കുകൾ എഴുതുന്നത്. നവിനെങ്ങനെ സിഗ്നൽ ആക്കിയാൽ മതിയല്ലോ, എത്ര കുറെ ആയില്ലേ. കൈവിരലിന്റെ എണ്ണത്തിന്റെ മറിയലല്ല, ദിക്റ് ചൊല്ലണം. അക്ഷരം വെളിവാക്കിയിട്ട് അർത്ഥം കൂടി കിട്ടിയാൽ ഗംഭീരായി. ഇനി ഒന്നുമില്ലെങ്കിൽ ആ ദിക്റ് വിടാൻ അർത്ഥം വെളിവാക്കണം, അക്ഷരങ്ങൾ വെളിവാകണം. സുബ്ഹാനല്ലാഹ് സ്പീഡിൽ അങ്ങോട്ട് ചൊല്ലിയിട്ട് ബാക്കിയൊന്നും കിട്ടാതാകരുത്. ദിക്റിന് സ്പീഡ് വേണ്ടാന്ന് പൊതുവെ നമ്മൾ പറയുന്നൊരു സ്ഥലം മരിച്ച ആൾക്കുള്ള തെഹ്ലീലിന് മാത്രം. തെഹ്ലീൽ ചൊല്ലുമ്പോൾ പറയില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് തെഹ്ലീലല്ലാണ്, ഏതായാലും ആൾ മരിച്ചു പോയില്ല, ഇനി ഖബറിലൊരു സുഖം കിട്ടിക്കോട്ടെ, അതുകൊണ്ട് ആക്കും പോലെ ചെല്ലിയാൽ മതി, അക്ഷരങ്ങൾ മാറരുത്, ഹർഫ് വിടരുത് എന്നൊക്കെ ഉപദേശങ്ങൾ ഉണ്ടാവും. എല്ലാ ദിക്റിനും അത് ബാധകമാണ്. ദിക്ർ ഇങ്ങനെ ചൊല്ലി പതിവാക്കിയ ആളുകൾ അങ്ങനെ ഉണ്ടാവും. ചിലർ ദിക്ർ എപ്പോഴും ഇങ്ങനെ ചൊല്ലും, ദിക്റിന്റെ മോതിരോ ദിക്റിന്റെ മാലയൊക്കെ ഉപയോഗിച്ച് ദിക്ർ ചൊല്ലും. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി ദാക്കിറായി മാറിയ ആള് ദിക്ർ ചൊല്ലാതെയും അതങ്ങനെ മറിച്ചാൽ അത് കൂലിയായിട്ട് കണക്കാക്കപ്പെടുന്ന. നമ്മൾ എപ്പോഴെങ്കിലും ചൊല്ലുന്ന ആൾക്കാരെ പറ്റിയല്ല. ദാക്കിർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ 2 കലിമത്ത് പറഞ്ഞാൽ പിന്നെയും ചൊല്ലും ദിക്ർ. അങ്ങനെ അതങ്ങനെ ശീലായി. അങ്ങനെയുള്ള ദാക്കിരീങ്ങൾ അവരിഞ്ഞി ചില സമയത്ത് ചൊല്ലാതെ തന്നെ ഈ പതിവുള്ളത് കൊണ്ട് ഒന്നിങ്ങനെ മാല ഒന്നിങ്ങനെ മറിച്ചാൽ അല്ലെങ്കിൽ മോതിരം ഒന്നിങ്ങനെ ഞെക്കിയിട്ട് അക്കങ്ങനെ മറിഞ്ഞാൽ അതിനും കൂലി കിട്ടും. അത് നമ്മളെ നിസ്കാരത്തിന്റെ ശേഷമുള്ള കൈവിരൽ മാത്രം മടക്കലിനല്ല. അക്ഷരങ്ങൾ വിടരുത്. സുബ്ഹാനല്ലാഹ് നിങ്ങൾ നോക്ക്, അതിൽ 10 അക്ഷരങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ് വളരെ ശ്രേഷ്ഠത ഉള്ളതല്ലേ. സുബ്ഹാന എന്ന് പറഞ്ഞാൽ തന്നെ 5 അക്ഷരം, അവസാനത്തെ അഹാ ഒക്കെ ഉണ്ട്. അള്ളയും ഇല്ല സുബ്ഹാനല്ല, ഒരു സൂന്ന് ഇങ്ങനെ കേൾക്കാം. അതുപോരാ, കൂട്ടിച്ചൊല്ലിയാ മതി, എന്നാ ഒരക്ഷരം വിടൂല. സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ് ഇങ്ങനെ അങ്ങോട്ട് സാവകാശം ചൊല്ലിയൊരു 33 ദിക്ർ കിട്ടിയാൽ എത്ര വലിയ മഹത്വമായി. അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് വളരെ സർഫാക്കപ്പെട്ട ദിക്ർ.
ഈ ദിക്റുകളൊക്കെ വേണ്ട വിധത്തിൽ ചൊല്ലിയാൽ വലിയ കാവലാണ്. അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും തരുന്ന കാവലിൽ ഏറ്റവും വലിയ കാവലാണ് അള്ളാഹുവിൻ്റെ ദിക്ർ. ദിക്ർ ചൊല്ലേണ്ട രൂപത്തിൽ ഒരാളങ്ങ് ചൊല്ലിയാൽ കിട്ടേണ്ട രൂപത്തിൽ അങ്ങ് കിട്ടും. ഒരു സംശയം ആ വിഷയത്തിലില്ല. ഏറ്റവും വലിയ സങ്കടം വരുന്ന ആളുകളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മനസ്സിൽ വലിയ ടെൻഷനാ ഉസ്താദേ. ടെൻഷൻ ഉണ്ടാകും, മനുഷ്യനാവുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ടാകും. പക്ഷെ ആ ടെൻഷൻ മാറണം. എന്താ പരിഹാരം? ഒറ്റ ജോലിക്ക് പോയിട്ടും ജോലി ശരിയാകുന്നില്ല, ഒറ്റ കാണാൻ പോയിട്ട് പെണ്ണ് ശരിയാകുന്നില്ല, ഒക്കെ വിഷമം തന്നെയാണ്. കാരണം ടൈം കഴിഞ്ഞു പോയാൽ ആൾക്കാർ പറയില്ല അത് വയസ്സ് കൂടിപ്പോയി. കുറേ ഞാൻ ഇന്റർവ്യൂവിന് ചേർന്ന് നോക്കി, പാസ്സാകുന്നില്ല. എല്ലാറ്റിനും നിങ്ങൾ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എളുപ്പമുള്ള ദിക്റല്ലേ പറഞ്ഞു തന്നത്. മനസ്സറിഞ്ഞ് മറ്റുള്ളതിലേക്കൊന്നും ചിന്ത പോകാതെ എത്ര നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും ചൊല്ലിക്കോളൂ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പടച്ചോനെ, ഞാൻ കുറവുള്ള ആളാണ്, ഒരുപാട് കുറവുള്ള ആളാണ്. എൻ്റെ കുറവ് കൊണ്ട് അലീമായ നീ എന്നെ ഒരിക്കലും കുറവാക്കല്ല. നീ അലീമാണ്, മഹത്വമുള്ളവനാണ്. നിന്റെ മഹത്വം വിവരിക്കാനോ വർണ്ണിക്കാനോ ആർക്കും ഇവിടെ കഴിയില്ല. ആ അലീമായ നീ, നിന്നോട് ഞാൻ പറയുന്നു, ഞാൻ കുറവുള്ള ആളാണ്, വീഴ്ചയുള്ള ആളാണ്, എന്നെ നീ പരിഹരിക്കണം, എൻ്റെ വിഷമം നീ മാറ്റിത്തരണം. ആ ഇസ്തിഗ്ഫാർ അയാളങ്ങ് ശരിക്കും മുറുകെ പിടിച്ച് മനസ്സറിഞ്ഞ് ചൊല്ലി, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ. എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു തആല പരിഹാരം കൊടുക്കും. വമിൻ കുല്ലി ദീഖിൻ മഖ്റജ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു തആല നല്ല വഴി തുറന്നു കൊടുക്കും. ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ. ഒന്നും ചെയ്തിട്ട് ലെവലാകുന്നില്ല എന്ന് ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ ഇസ്തിഗ്ഫാർ എത്രയാണോ പതിവാക്കാൻ കഴിയുന്നത്, 100 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കുറഞ്ഞ സമയം മതി. നമ്മളൊന്ന് വാച്ചിൽ നോക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹു വളരെ ഇഷ്ടപ്പെടുന്ന ദിക്റാണ്. മഹത്തുക്കളൊക്കെ കൽബൊക്കെ കാലിയാകുന്ന, മറ്റു വിഷയങ്ങളിലേക്കൊന്നും തിരക്കിലേക്കൊന്നും പോകാതെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന സുബഹിന്റെ മുമ്പ് എണീറ്റ് കൊണ്ട് ഇസ്തിഗ്ഫാർ ചെല്ലുന്നവർ എന്ന് ഖുർആൻ അവരെ പുകഴ്ത്തിയില്ലേ. വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അത്തായ നേരത്തെ അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. ആ ഇസ്തിഗ്ഫാറിന് വലിയ പുണ്യമുണ്ട്. കാരണം ഒക്കെ സ്വച്ഛന്തമായ നേരമാണ്. വേറെ ഒന്നിലേക്കും ശ്രദ്ധ പോകാതെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടെ വിഷമങ്ങളൊക്കെ മനസ്സിൽ കരുതിയിട്ട് തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം. റബ്ബതിന് വലിയ പരിഹാരം തരുന്നു. ചൊല്ലേണ്ടതുപോലെ ചൊല്ലിയാൽ ഏത് ദിക്റിനും മഹത്വം കിട്ടും, പരിഹാരം കിട്ടും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഒരുപാട് മഹത്തുക്കൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അതേ മദീനയിൽ നിന്ന് ഷാമിൽ പോയി കച്ചവടം ചെയ്യുന്ന ഒരു തൊഴിലാളി ഉണ്ടായിരുന്ന, ഒരു കച്ചവടക്കാരൻ. മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോകും. അതേ മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോകുമ്പോഴും ഷാമിൽ നിന്ന് ഇന്ന് നമ്മൾ കേൾക്കുന്ന സിറിയ, അതിൽ നിന്ന് തിരിച്ച് മദീനയിലേക്ക് വരുമ്പോഴും അദ്ദേഹം കൂടെ ആരെയും കൂട്ടാറില്ല. ഒറ്റക്കാണ് പൂക്കും വരവൊക്കെ. പതിവ് അങ്ങനെ. കച്ചവടക്കാരനാണ്. തിരിച്ചു വരുമ്പോൾ ഒരുപാട് കാശുണ്ടാവും. കച്ചവടം ചെയ്തു വരുമ്പോൾ പോകുമ്പോഴും ഉണ്ടാവും കുറച്ച് കാശ്. സാധനങ്ങളൊക്കെ കച്ചവട സ്ഥലത്തേക്ക് വാങ്ങണമെങ്കിൽ അതിനും കാശ് വേണ്ടേ. പക്ഷെ തിരിച്ചു വരുമ്പോൾ എമ്പാടുണ്ടാവും, ലാഭം കിട്ടിയതൊക്കെ ഉണ്ടാവും. അള്ളാഹുവിൽ അർപ്പണ ബോധത്തോടുകൂടെ ആ മനുഷ്യൻ തിരിച്ചു വരും. അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസ് കാണാം. ഒരു ദിവസം അയാൾ അങ്ങനെ കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീന ലക്ഷ്യം വെച്ച് വരാണ്. കുതിരപ്പുറത്ത് അയാളെ മുന്നിലേക്ക് ഒരാൾ വന്ന് ചാടി വീണു. കച്ചവടക്കാരനെ കൊണ്ടുപോകാൻ വേണ്ടി അയാൾ അലറി വിളിച്ചു, ഒച്ചപ്പാടുണ്ടാക്കി. പിറകുന്നു ഉറക്കെ പറയാൻ തുടങ്ങി, നിൽക്കവിടെ നിൽക്കവിടെ എന്ന് പറയും. കച്ചവടക്കാരൻ അവിടെ നിന്നു. ഞാൻ അള്ളാഹുവിൽ തവക്കലാക്കിയിട്ടാണ് ഈ വരവും ഈ പോക്കും ഒക്കെ. ഹലാല രൂപത്തിൽ കച്ചവടം ചെയ്തിട്ട് കുടുംബം പോറ്റാൻ ഇസ്ലാം വലിയ മഹത്വം നൽകിയ കാര്യമാണ്. നിസ്കാരങ്ങളും കാര്യങ്ങളൊന്നും മുടക്കില്ല, ദിക്റൊന്നും മുടക്കില്ല. ഇനി അഥവാ കച്ചവടക്കാരൻ ആള് വരികയാണെങ്കിൽ വിളിക്കാൻ അല്ലാഹു തആല ധൈര്യമായിട്ടാണ് വിളിക്കും.
ആ ഉറപ്പിൽ കച്ചവടക്കാരവിടെ നിന്നപ്പോ കച്ചവടക്കാരൻ വന്ന കള്ളനോട് പറഞ്ഞു, നിനക്കെന്റെ സമ്പത്തല്ലേ വേണ്ടത്, നീ എന്നെ വിട്ടുതരണം, സമ്പത്ത് നിനക്ക് തരാം. പക്ഷേ കള്ളൻ പറഞ്ഞു, അൽമാലുമാലി, സമ്പത്ത് ഏതായാലും എനിക്ക് തന്നെയാണ്, പക്ഷേ നിന്റെ ശരീരം എനിക്ക് വേണം. എന്തിനാണെന്നറിയോ? സമ്പത്ത് മാത്രം ഞാൻ എടുത്താൽ നീ അത് അവിടെ പോയി പറയും, അപ്പൊ ആളുകൾ എന്നെ തെരഞ്ഞു പിടിക്കും, എന്നെ അവർ കൊന്നുകളയും, നിന്നെ കൊന്നാ പിന്നെ ആരും അറിയില്ലല്ലോ. അതുകൊണ്ട് നിന്റെ ശരീരം എനിക്ക് വേണം. കച്ചവടക്കാരൻ പിന്നെയും ചോദിച്ചു, ശരീരം നീ എന്തിനാ, എന്റെ ശരീരം നിനക്കെന്തിനാണ്? അല്ല, നിന്റെ ശരീരം എനിക്ക് വേണം. ഉറപ്പായിട്ടും വേണോ? ഉറപ്പായിട്ടും വേണം. കച്ചവടക്കാരൻ പറഞ്ഞു, കുറച്ചു നേരം എനിക്ക് തരണം. എന്താ വേണ്ടത്? എനിക്കൊന്ന് ഉളു എടുത്തൊന്ന് നിസ്കരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ കള്ളൻ പറഞ്ഞു, എന്തൊക്കെ നിനക്ക് ചെയ്യണം ഒക്കെ ചെയ്തോ, പക്ഷെ നീ ഇന്ന് രക്ഷപ്പെടൂല. അതയാളെ ഭാഷയാണ്. നീ ഇന്ന് എന്റെ വലയിൽ കുടുങ്ങി, നിസ്കരിക്കേ ദ്വാരക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഒന്നും പ്രശ്നമില്ല. ശരിയെന്നും പറഞ്ഞ് കച്ചവടക്കാരൻ ഉളുവെടുത്ത് 4 റക്അത്ത് നിസ്കരിച്ചു. സുന്നത്ത് നിസ്കാരമാണ്. എന്നിട്ട് 2 കൈകളും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കയാണ്. അസ്മാഉൽ ഹുസ്നയാണ് ചൊല്ലുന്നത്. യാ വദൂദ് യാ വദൂദ്, അള്ളാഹുവിനെ വിളിക്കുകയാണ്. യാ വദൂദ് യാ വദൂദ്, യാ ദൽ അർശിൽ മജീദ്, യാ മുബ്ദിഉ യാ മുഈദ്, യാ ഫഅാലുൽ ലിമാ യുരീദ്, അസ്അലുക ബിനൂരി വജ്ഹിക അല്ലദീ മലഅ അർകാന അർശിക്, വഅസ്അലുക ബിഖുദ്റതിക അല്ലതീ ഖദർത ബിഹാ അലാ ഖൽഖിക്, വബിറഹ്മതിക അല്ലതീ വസിഅത കുല്ല ശൈഇ, ലാ ഇലാഹ ഇല്ലാ അൻത യാ മുഗീസു അഗ്സിനീ. 3 പ്രാവശ്യം അള്ളാഹുവിനെ വിളിച്ചിട്ട് ഈ ദുആ ചൊല്ലി നിസ്കാരം കഴിഞ്ഞിട്ട്, അള്ളാഹുവേ യാ മുഗീസു അഗ്സിനീ, സഹായിക്കുന്ന റബ്ബേ എന്നെ നീ സഹായിക്കണേ. ദുആ കഴിഞ്ഞ ഉടനെ തന്നെ അതാ ഒരു കുതിരപ്പുറത്ത് ഒരു മനുഷ്യൻ അപ്പുറത്ത് ഞാൻ കാണുന്നു. അലൈഹി സിയാബുൻ ഖദിറുൻ, പച്ച വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ കയ്യിൽ നല്ല തിളങ്ങുന്ന ഒരു കുന്തമുണ്ട്. അതേ, കള്ളനയാളെ കണ്ടപ്പോൾ, കുതിരപ്പുറത്ത് വന്ന ആളെ കണ്ടപ്പോൾ എന്നെ മാറ്റിയിട്ട് ആ കുതിരപ്പുറത്താരാ വന്നത് എന്ന് നോക്കാൻ വേണ്ടി ആ കുതിരപ്പുറത്ത് വന്ന ആളെ നേർക്കങ്ങ് ചാടി. കുതിരപ്പുറത്ത് വന്ന ആളെ നേർക്ക് ചാടി അടുത്തെത്തിയപ്പോൾ കുതിരപ്പുറത്ത് രണ്ടാമതായി വന്ന ആള് ഇപ്പുറത്ത് കുതിരപ്പുറത്തിരിക്കുന്ന കള്ളനെ ഒറ്റ കുത്തങ്ങ് കൊടുത്തു. കറങ്ങിയങ്ങ് വീണയാള് താഴെ വീണു. കച്ചവടക്കാരനെ കൊള്ളയടിക്കാൻ വന്ന മനുഷ്യൻ ദുആ കഴിഞ്ഞപ്പോൾ അള്ളാഹു സഹായത്തിന് ഇറക്കിക്കൊടുത്ത കുതിരപ്പടയാളി തന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് നല്ലൊരു കുത്തങ്ങ് കൊടുത്തപ്പോ കുതിരപ്പുറത്തുനിന്ന് തല കറങ്ങിയിട്ട് താഴെ വീണുപോയി. അതേ, പിന്നെ ഈ കുതിരപ്പടയാളി കച്ചവടക്കാരന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, കും ഫഖ്തുൽഹു, എണീറ്റ് പോയി നീ അയാളെ കൊന്നോ. നിന്നെ കൊല്ലാനല്ലേ അയാൾ വന്നത്, നിന്റെ സ്വത്ത് അപഹരിക്കാനുമല്ലേ വന്നത്, അയാളെ നീ അങ്ങ് പോയി കൊന്നോ. ആ കച്ചവടക്കാരൻ പറയുന്നു, മന്നന്ത, നീ ആരാണ്? ജീവിതത്തിൽ ഇന്നേ വരെ ഞാനൊരാളെ കൊന്നിട്ടില്ല, കൊല്ലാൻ എന്റെ മനസ്സിനങ്ങ് തോന്നുന്നുമില്ല. ഈ കുതിരപ്പടയാളി ആ കള്ളന്റെ അടുത്തേക്ക് പോയി കള്ളനെ വകവരുത്തി. പിന്നെ കച്ചവടക്കാരന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, അറിയുമോ ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? ഇല്ല ഇല്ല, നീ ആരാണെന്ന് എനിക്കറിയില്ല. അതേ, അന്നീ മലക്കും മിനസ് സമാഇ സാലിസ, 3ാം ആകാശത്തിൽ ഒരു മലക്കായിരുന്നു ഞാൻ. ഒന്നാമത് നീ അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്തു, 3 വട്ടം ദുആയിരുന്നിട്ടുണ്ട്. ആദ്യം നീ പ്രാർത്ഥിച്ചപ്പോൾ സമിഅനാ ലി അബ്വാബിസ് സമാഇ ഖഖഖഅഹ, ആകാശ കവാടങ്ങൾക്ക് ഞങ്ങളൊരു ശബ്ദം കേട്ടിട്ടുണ്ട്. ദുആന്റെ സ്വീകാര്യതയാണ് കവാടങ്ങൾ മുട്ടി തുറക്കുന്ന ദുആ. യാ വദൂദ് യാ വദൂദ്, അല്ലാഹുവിനെ വിളിച്ച് യാ മുബ്ദിഉ യാ മുഈദ്,
അസ്മാഉൽ ഹുസ്ന വിളിച്ചിട്ട് അങ്ങ് ദുആയിരുന്നു. നമ്മളെ ഈ സദസ്സ് ഓരോ മാസാന്തല്ല സദസ്സ് നടക്കും. ഓരോ മാസത്തെ സദസ്സും കഴിവിൻ്റെ പരമാവധി മുതലാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല ഇജാബത്തുള്ള മജ്ലിസാണ്. 100% ഉറപ്പോടെ നമ്മളിരിക്കണം. ഒരു ശക്കും വേണ്ട, ഒരു ആശങ്കയും വേണ്ട. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 3 പ്രാവശ്യം തോന്നുന്നു. ഒന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ ദ്വാരുന്നപ്പോൾ ആകാശത്തിന്റെ കവാടങ്ങളൊക്കെ ഇങ്ങനെ ശബ്ദം കൊണ്ട് ഇങ്ങനെ മുട്ടാണ്. ആകാശത്തിന് കവാടങ്ങളൊക്കെ ഉണ്ട്. ഫുത്തിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ, കവാടങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത് നിങ്ങൾ ദുആ ചെയ്തപ്പോ അതേ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്ന് മാത്രമല്ല, വലഹാ ശററുൻ കശററിന്നാർ, ആ കവാടങ്ങളിൽ നിന്നൊരു തീപ്പൊരി ഇങ്ങനെ വരുന്നു. തീപ്പൊരി ഇങ്ങനെ ഞങ്ങളെല്ലാവരും കാണുകയാണ്. 3-ാമത്തെ പ്രാവശ്യം നിങ്ങൾ ദുആ ചെയ്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, മൻ ലിഹാദൽ മക്റൂബ്, ഈ വിഷമിക്കുന്ന മനുഷ്യന് പ്രതിസന്ധി അകറ്റിക്കൊടുക്കാൻ ആരുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഈ പ്രതിസന്ധിയിലുള്ള മനുഷ്യന് രക്ഷ നൽകാൻ ആരുണ്ട്? ആരാണ് അതിനുള്ളതെന്ന് ചോദിച്ചപ്പോ മലക്ക് പറയാണ്, ഈ വന്ന കുതിരപ്പടയാളിയായി വന്ന മലക്ക് പറയാണ്, ഞാൻ 3-ാം ആകാശത്തിൽ എന്ന് പറഞ്ഞു, ഞാനുണ്ട്, ഞാൻ പോയിക്കോളാം. ഒരു മലക്ക് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, മനുഷ്യൻ രക്ഷപ്പെടുത്താൻ ആര് പോകാനുണ്ട്? ഞാൻ പോകാം. എന്നിട്ട് മലക്ക് കൂടുതലും കുതിരപ്പടയാളി പറഞ്ഞു കൊടുക്കുന്നത്, അന്നഹു മന്ദഅ ബിദുആഇക ഹദാ ഫീ കുല്ലി കർബത്തിൻ വകുല്ലി ശിദ്ദ, നിങ്ങളിപ്പോ ദുആരുന്ന ഏതെങ്കിലും ആളുകൾ ഈ ദുആ കൊണ്ട് ഏതെങ്കിലും പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ ദുആ ചെയ്താൽ, വിഷമിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിനെ വിളിച്ച് യാ വദൂദ് യാ വദൂദ് എന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥന അങ്ങ് തുടങ്ങിയാൽ ആ മനുഷ്യന് കൊടുക്കേണ്ട സഹായം മുഴുവനും അല്ലാഹു കൊടുക്കും. ഫറജല്ലാഹു തആല അൻഹു വഅനഹു, എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കും. കച്ചവടക്കാരൻ സുരക്ഷിതനായി മദീനയിലെത്തുന്നു. നേരെ ചെല്ലുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. ഈ സംഭവം തങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നു, ചെയ്ത ദുആനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ലഖദ് ലഖനകല്ലാഹു അസ്സ വജല്ല അസ്മാഅഹുൽ ഹുസ്നാ, ദുആർക്കാൻ അല്ലാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അസ്മാഉൽ ഹുസ്നയാണ്. അതാണല്ലോ നിങ്ങൾ ദുആ ചെയ്തത്. അല്ലത്തി ഇദാ ദുഇയ ബിഹാ അജാബ വ ഇദാ സുഇല ബിഹാ ഉൽതിയാ, ആര് ദ്വാരുന്നാലും ഉത്തരം നൽകപ്പെടുന്ന, ചോദിച്ചാൽ ചോദിച്ചത് നൽകപ്പെടുന്ന അസ്മാഉൽ ഹുസ്നയാണ് നിങ്ങൾ ചൊല്ലിയത്. അതിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് വലിയ മഹത്വം നൽകിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അസ്മാഉൽ ഹുസ്ന പതിവാക്കുകയും ആ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്ന അവസാന ഘട്ടത്തിൽ ദിക്ർ ചൊല്ലാൻ നമ്മെ പിടിച്ചുയർത്തുകയും വേണം. എന്നും അത് ചൊല്ലാൻ കഴിയുന്ന ആളുകൾ പതിവാക്കുക. എന്നും ചൊല്ലുന്ന ആളുകളുണ്ട്, ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അത് അവസാന സന്ദർഭത്തേക്ക് അല്ലാഹു നമുക്ക് മുതൽകൂട്ടാക്കി തരട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ഇവിടെ സഹായിച്ച, സഹകരിച്ച, ഭക്ഷണത്തിലേക്കും മറ്റും സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.